കഥ തുടരുന്നു. ആദർശും റിംസണും പരസ്പരം നോക്കി ഒരു നിമിഷം ഇരുന്നു. തൻ്റെ സംസാരം ഏറ്റിട്ടുണ്ടെന്ന് ആദർശിൻ്റെ മുഖം കണ്ടപ്പോൾ റിംസണ് തോന്നി. താൻ എന്തിനാണ് ഇപ്പോൾ എന്നെ കാണാൻ വന്നത്? അയാളുടെ മുഖത്തു നിന്ന് കണ്ണുകൾ എടുക്കാതെ ആദർശ് ചോദിച്ചു. അത് പിന്നെ എൻ്റെ മനസ്സിൽ ഭാര്യയെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ വിത്തെറിഞ്ഞിട്ട് പോകാനോ? എന്നിട്ട് ഞാൻ തന്നെ അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കണം അല്ലേ? അറിയാവുന്ന കാര്യം ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ വെറും വിഡ്ഢിയാകരുതെന്ന് വിചാരിച്ചാണ്. പിന്നെന്തിനാ എന്തോ ഒക്കെ മുക്കും മൂലയും പറഞ്ഞിട്ട് താൻ എഴുന്നേറ്റ് പോകാൻ നോക്കിയത്? അറിയാവുന്ന കാര്യം മുഴുവൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് വിടും. ഉറച്ച വാക്കുകളായിരുന്നു ആദർശിൻ്റേത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്ത്? സ്വാതിയെ കാണാൻ വേണ്ടി ശ്യാം കൊല്ലത്ത് വരാറുണ്ടായിരുന്നു എന്ന കാര്യമോ? അതുമാത്രമല്ല, അവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെയാണെന്ന് സ്വാതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷേ പറയാതെയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ. അവർ തമ്മിൽ സംസാരിക്കുന്നതും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും കണ്ടു കാണും. അതെ, റിംസന്റെ സ്വരം ദുർബലമായിരുന്നു. ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും സംസാരിക്കുന്നതും കണ്ടപ്പോൾ അത് പ്രേമമാണെന്ന് താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? റിംസൺ മറുപടി പറഞ്ഞില്ല. അഥവാ അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് തനിക്കെന്താണ് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഭാര്യ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അത് തെറ്റാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം തെറ്റ് തന്നെയാണ്. എങ്ങനെ വഞ്ചിക്കുന്നുണ്ടെന്ന്? പഴയ കാമുകനും കാമുകിയും ഒരേ വീടിൻ്റെ താഴത്തെയും മുകളിലത്തെയും നിലയിൽ താമസിക്കുകയല്ലേ? ശ്യാമിൻ്റെ ഭാര്യ ഓഫീസിലേക്ക് പോകും. ആദർശാണെങ്കിൽ ഇവിടേക്ക് വരും. അപ്പോൾ രണ്ടുപേർക്കും അവിടെ വെച്ച് കണ്ടുമുട്ടാൻ നല്ല സൗകര്യമല്ലേ? പതഞ്ഞുയർന്ന ദേഷ്യം കടിച്ചമർത്തി ആദർശിരുന്നു. ഇത് ഓഫീസായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ റിംസൺ ആ വീട്ടിൽ വന്നിട്ടുണ്ടോ? അയാളുടെ ചോദ്യം കേട്ട് റിംസൺ ഒന്ന് പരിങ്ങി. ഇല്ല. പിന്നെ എങ്ങനെയാണ് രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറയാൻ കാരണം? നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ? റിംസൺ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നെങ്കിലും നിങ്ങൾ അതൊക്കെ നേരിട്ട് കാണേണ്ടി വരും. അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞതൊന്നും അസത്യമല്ലെന്ന്. പിന്നെ എനിക്കിതിലെന്ത് കാര്യം എന്നായിരിക്കും നിങ്ങളുടെ സംശയം? എനിക്കിതിൽ ഒരു പങ്കുമില്ല. നിങ്ങളായി നിങ്ങളുടെ വിശ്വാസമായി. റിംസൺ പെട്ടെന്ന് എഴുന്നേറ്റ് ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആദർശ് അല്പനേരം ഒരേ ഇരിപ്പിരുന്നു. സ്വാതിയും ശ്യാംകുമാറും തമ്മിൽ നേരത്തെ പരിചയക്കാരായിരിക്കാം. എങ്കിൽ എന്തുകൊണ്ട് രണ്ടുപേരും അക്കാര്യം മറച്ചുവെച്ചു? റിംസൺ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് സത്യമുള്ളതുകൊണ്ടല്ലേ രണ്ടുപേരും അക്കാര്യം മറച്ചുവെച്ചത്? അഥവാ അവർ തമ്മിൽ അത്തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ തന്നെ അവളെ കുറ്റപ്പെടുത്താൻ തനിക്ക് എന്തർഹതയാണുള്ളത്? പതിവ് സമയത്ത് തന്നെ ആദർശ് അന്നും ഓഫീസിൽ നിന്നിറങ്ങി. അയാൾ നേരെ ഇടപ്പള്ളിയിലേക്കാണ് പോയത്. സ്വാതിയുടെ ബാങ്കിൻ്റെ മുമ്പിലുള്ള പാർക്കിംഗ് സ്ഥലത്ത് കാർ ഇട്ടിട്ട് അയാൾ അതിനുള്ളിൽ തന്നെ കാത്തിരുന്നു. റിംസൺ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഗാഥ ഇപ്പോൾ വീട്ടിലില്ല. താനും പകൽ സമയങ്ങളിൽ അവിടെ ഉണ്ടാകാറില്ല. വേണമെങ്കിൽ സ്വാതിക്കും ശ്യാമിനും കണ്ടുമുട്ടാൻ നല്ല സൗകര്യമാണ്. പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ആദർശ് തയ്യാറല്ലായിരുന്നു. സ്വാതി ഒരിക്കലും അതിന് വഴിപ്പെടുകയില്ല. 7 മണിയായപ്പോൾ അവളുടെ വിളി വന്നു. എവിടെയാണ്? ഞാൻ ബാങ്കിൻ്റെ മുമ്പിലുണ്ട്, അയാൾ പറഞ്ഞു. 5 മിനിറ്റിനകം ഞാൻ വരാം. ശരി. അല്പനേരം കഴിഞ്ഞപ്പോൾ സ്വാതി ബാങ്കിൽ നിന്നിറങ്ങി വന്നു. കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അവർ അതിനുള്ളിൽ കയറിയിരുന്നു. ഇന്ന് ആ റിംസൺ എന്നെ കാണാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. അവൾ ഞെട്ടലോടെ തലത്തിരിച്ച് അയാളൊന്ന് നോക്കി. അയാളുടെ ഒരു ബന്ധുവിനെ ഞങ്ങളുടെ ഫ്ലാറ്റ് വേണം. 2-3 ദിവസമായി വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഒന്നുമില്ലെങ്കിലും കൊല്ലത്ത് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലേ? ഒരു ഫ്ലാറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. സ്വാതി ഒന്നും മിണ്ടിയില്ല. ഞെട്ടലിൽ നിന്ന് വിമുക്തയായിട്ടില്ലായിരുന്നു അവൾ. ശ്യാമേട്ടനെക്കുറിച്ചും തന്നെക്കുറിച്ചും അയാൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കാണുമോ? പക്ഷേ ആദർശേട്ടൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് തോന്നുന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ക്ഷണിക്കാതെ കയറി ഇടപെടാൻ താല്പര്യമുള്ളവനാണ് റിംസൺ അല്ലേ? അർത്ഥം വെച്ചുള്ള ചോദ്യമാണോ ഇത്? സ്വാതി സംശയിച്ചു. എനിക്കറിയില്ല, അവൾ പറഞ്ഞു. അല്ല, ബന്ധുവിന് ഫ്ലാറ്റ് വേണമെന്നറിഞ്ഞപ്പോൾ അയാൾ കയറി അതിലിടപെട്ടു. പിന്നെതാ എൻ്റെ ഓഫീസിൽ അതിനുവേണ്ടി വന്ന് വാചകം അടിച്ചു തുടങ്ങി. വാചകമടി എന്ന വാക്കിൽ പലതും അടങ്ങിയിട്ടില്ലേ? റിംസന് തന്നോട് വിരോധമുണ്ട്. ആദർശേട്ടനോട് പഴയ പ്രേമത്തെക്കുറിച്ച് പറയുമെന്ന ഭീഷണിയുമുണ്ട്. പക്ഷേ റിംസൺ എന്തെങ്കിലും പറഞ്ഞു കാണുമെങ്കിൽ ആദർശേട്ടൻ ഇത്ര ശാന്തതയോടെ പെരുമാറുമോ? അതോ ഇത് വെറും അഭിനയമാണോ? റിംസൺ പഠിക്കാൻ കുറച്ച് പിന്നിലായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഓഫീസ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയാതെ ക്ലർക്കായിട്ട് ബാങ്കിൽ കയറിയത്. പിന്നെയും ആദർശേട്ടൻ റിംസൻ്റെ കാര്യം സംസാരിക്കുന്നു. താൻ എല്ലാം തുറന്നു പറയട്ടെ എന്ന് വിചാരിച്ചാണോ? ഇല്ല, താനായിട്ടൊന്നും പറയുന്നില്ല. റിംസൺ പറഞ്ഞ് അറിഞ്ഞെങ്കിൽ അറിയട്ടെ. ശരിയാണോ അതൊക്കെ എന്ന് ചോദിക്കട്ടെ, അപ്പോൾ മറുപടി പറയാം. പക്ഷേ ആദർശേട്ടന് തന്നെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ വീട്ടിലെത്തി. മണി 7:30. വീട് അപ്പോൾ ഇരുട്ടത്ത് നിൽക്കുകയായിരുന്നു. ശ്യാം വരുമ്പോൾ ഒത്തിരി ലേറ്റാകുമെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. സ്വാതി വെറുതെ മൂളി. ഹോട്ടലിൽ നിന്നായിരിക്കും ഭക്ഷണമൊക്കെ. അവളൊന്നും പറഞ്ഞില്ല. പതിവില്ലാതെ റിംസണെക്കുറിച്ചും ശ്യാംചേട്ടനെക്കുറിച്ചും സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കാരണം കാണാതിരിക്കുമോ? താഴെ കാർ പാർക്ക് ചെയ്തിട്ട് രണ്ടുപേരും മുകളിലേക്ക് ഇരുമ്പ് കോവണിപ്പടികൾ കയറി. മൊബൈൽ ടോർച്ച് തെളിയിച്ച് അയാൾ അവൾക്ക് വെളിച്ചം കാട്ടിക്കൊടുത്തു. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ എനിക്കിനി തൃശ്ശൂരിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നേരത്ത് ഒറ്റയ്ക്ക് വരാനും ഇവിടെ കഴിയാനുമൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാകും.
ബാങ്കിനടുത്തുള്ള ഫ്ലാറ്റിൻ്റെ കാര്യം നിൻ്റെ ഉമാദേവി ചേച്ചി പറഞ്ഞില്ലേ? നമുക്ക് അങ്ങോട്ട് താമസം മാറിയാലോ? അവൾ മൂളി. അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ സംശയമുണ്ടായാലോ? അവിടെയാകുമ്പം വളരെ സേഫാ. സെക്യൂരിറ്റി സ്റ്റാഫ് അറിയാതെ പരിചയമില്ലാത്ത ആർക്കും അങ്ങോട്ട് പ്രവേശനം കിട്ടത്തില്ലല്ലോ. ഞാൻ എന്നു മുതലേ പറയുന്നതാ, ആദർശ് ചേട്ടനല്ലായിരുന്നോ ഇവിടുന്ന് മാറാൻ മടി? അവൾ അർത്ഥം വെച്ചാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകട്ടെ. ഈ വീട് എനിക്കിഷ്ടമായതുകൊണ്ടാണ് നേരത്തെ ഞാൻ മാറാൻ മടിച്ചത്. ഇപ്പോൾ നീ ഒറ്റയ്ക്കായതുകൊണ്ട് മാറാതിരിക്കാനും പറ്റില്ല. ബാങ്കിനടുത്തുള്ള ഫ്ലാറ്റിലേക്ക് മാറാൻ അവൾക്കും താല്പര്യമായിരുന്നു. തൊട്ടടുത്താണ്. രാവിലെയും വൈകിട്ടും 2 മിനിറ്റ് നടന്നാൽ മതി ബാങ്കിലേക്കും തിരിച്ചും. ആദർശ് വാതിൽ തുറന്നു. അവർ അകത്ത് കയറി ലൈറ്റിട്ടു. ഫ്ലാറ്റ് ഫർണിഷ്ഡ് ആണെന്നല്ലേ പറഞ്ഞത്? അയാൾ ചോദിച്ചു. അതെ. അപ്പോൾ ഡ്രസ്സ് മാത്രം കൊണ്ടുപോയാൽ മതിയായിരിക്കുമല്ലോ. അത്യാവശ്യം പാത്രങ്ങളും. ഉമാദേവി ചേച്ചിയെ വിളിച്ചൊന്ന് പറ. നാളെ നമുക്ക് ചെന്ന് ഫ്ലാറ്റൊന്ന് കാണാം. കഴിയുമെങ്കിൽ രാവിലെ തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് തൃശ്ശൂരിന് പോകണം. വിളിക്കാം. ഫ്ലാറ്റിലേക്ക് എത്രയും പെട്ടെന്ന് മാറുന്നതാണ് നല്ലതെന്ന് സ്വാതിക്ക് തോന്നി. ആദർശ് വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ താനിവിടെ തനിച്ചാകും. താഴെ ശ്യാംകുമാറും തനിച്ചാണ്. അതത്ര നല്ലതല്ല. ബെഡ്റൂമിൽ ചെന്ന് അവൾ വേഷം മാറി. രാത്രിയിൽ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? അയാൾ ചോദിച്ചു. ചപ്പാത്തി ഉണ്ടാക്കാം. ഓട്സ് കാണുമല്ലോ. പാലുണ്ടെങ്കിൽ ഓട്സ് കാച്ചിയാൽ മതി. രാത്രിയിൽ ഇനി കഷ്ടപ്പെടാനൊന്നും പോകണ്ട. എന്നാൽ ഓംലറ്റും ഉണ്ടാക്കാം. അവളെ സഹായിക്കാൻ അയാളും കിച്ചണിലേക്ക് ചെന്നു. അയാൾ 4 മുട്ട ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ചു. സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. അപ്പോഴേക്ക് അവൾ തിളച്ച പാലിലേക്ക് ഓട്സ് ചേർത്ത് ഇളക്കി. തൃശ്ശൂരിൽ ഫ്ലാറ്റിലാണോ താമസം? സ്വാതി ചോദിച്ചു. കമ്പനി എടുത്ത് തന്നതാണ്. ഒറ്റയ്ക്കുള്ളോ അതോ? 3 ബെഡ്റൂമാണ്. വേറെ 2 പേർ കൂടിയുണ്ട്. കാസർഗോട്ടുകാരൻ രാമറാവുവും മലപ്പുറത്തുകാരൻ ഷാജഹാനും. അത്താഴം തയ്യാറായി. ഉമ്മച്ചേച്ചിയെ ഒന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ടേ കുളിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ലേറ്റായി പോയാലോ? അവൾ പറഞ്ഞു. അപ്പോൾ തന്നെ സ്വാതി മൊബൈലെടുത്ത് ഉമാദേവിയെ വിളിച്ചു. എന്താ സ്വാതി ഈ സമയത്ത്? ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു ചേച്ചി? അവൾ ലോഹ്യം ചോദിച്ചു. ഇല്ല, ഗോപിയേട്ടൻ കുളി കഴിഞ്ഞ് വരണം. ഞാനിപ്പോൾ വിളിച്ചത് നാളെ രാവിലെ ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാനാ. അതിനെന്താ, ഞാൻ അനന്തനോട് പറയാം താക്കോലുമായിട്ട് വരാൻ. അവനെയാണ് അവർ ഇപ്പോൾ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ അവൻ ചെന്ന മുറികളെല്ലാം ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. ഞങ്ങളൊരു 9 മണിക്ക് വന്നാലോ? അനന്തൻ 9 മണിക്ക് അവിടെ ഉണ്ടാകും. അവൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾ അവിടെ വന്നിട്ട് വിളിച്ചാൽ മതി. ശരി ചേച്ചി. റെൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? അതിൻ്റെയൊന്നും ഉദ്ദേശമില്ല. വാടകയ്ക്ക് കൊടുക്കാനൊന്നും അവർക്ക് ഉദ്ദേശമില്ല. വിശ്വാസമുള്ള ആരെങ്കിലും താമസിക്കണമെന്ന് മാത്രമേ. അത് പറ്റില്ല. ബാങ്ക് കൊടുക്കുമല്ലോ റെൻറ്റ്. പിന്നെ എന്തിനാ അത് വേണ്ടെന്ന് വയ്ക്കുന്നത്? ഓക്കെ, ബാങ്ക് അതൊക്കെ നോക്കിക്കോളാം. എന്നാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ആഴ്ച തന്നെ. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അപ്പോഴേക്ക് ആദർശ് കുളി കഴിഞ്ഞ് വേഷം മാറി വന്നു. രാവിലെ 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ഉമ്മച്ചേച്ചിയുടെ ബന്ധു അനന്തൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യും. അവൾ അയാളോട് പറഞ്ഞു. ഉമ്മച്ചേച്ചിയുടെ ബന്ധുവിൻ്റേതല്ലേ ആ ഫ്ലാറ്റ്? അതെ. അവർ സ്ഥലത്തില്ലല്ലോ. ഈ അനന്തനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആദർശും സ്വാതിയും കൂടി ഫ്ലാറ്റ് കാണാനായി പുറപ്പെട്ടു. ബാങ്കിൻ്റെ സമീപത്തുള്ള 17 നില അപ്പാർട്ട്മെൻറ്റായിരുന്നു ബ്ലൂ ഓർക്കിഡ്. അതിൻ്റെ മുമ്പിൽ കാർ നിന്നു. ഞാൻ അയാളെ ഒന്ന് വിളിക്കാം. ഉമാദേവി വാട്സപ്പിൽ അയച്ചു കൊടുത്ത് നമ്പർ എടുത്ത് സ്വാതി വിളിച്ചു. അനന്തൻ ഉടൻ തന്നെ കോൾ എടുത്തു. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് മാഡം. ബ്ലൂ ജീൻസ് വൈറ്റ് ഷർട്ട്, അയാൾ പറഞ്ഞു. അവർ ചെന്നപ്പോൾ ജീൻസും വെള്ള ഷർട്ടും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനന്തനല്ലേ? സ്വാതി ചോദിച്ചു. അതെ, ഞാൻ സ്വാതി. വരൂ. 7ാമത്തെ നിലയിലായിരുന്നു ഉമാദേവിയുടെ കസിൻ രാധികയുടെ ഫ്ലാറ്റ്. അനന്തൻ അത് തുറന്നു കൊടുത്തു. 3 ബെഡ്റൂമുള്ള മനോഹരമായ ഫ്ലാറ്റ്. ഫുള്ളി ഫർണിഷ്ഡ്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടിവിയും എല്ലാം ഉണ്ട്. കൊള്ളാം അല്ലേ? ആദർശനോട് സ്വാതി ചോദിച്ചു. കൊള്ളാം, നമുക്കിത് എടുക്കാം. എന്നാണ് മാഡം ഇങ്ങോട്ട് വരുന്നത്? അനന്തൻ ചോദിച്ചു. ഈ ആഴ്ച അവസാനം, ആദർശ് മറുപടി പറഞ്ഞു. എങ്കിൽ ചാവി കയ്യിൽ വെച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഉമ്മച്ചേച്ചി പറയും, അനന്തൻ അറിയിച്ചു. ആദർശ് ഫ്ലാറ്റിൻ്റെ താക്കോൽ വാങ്ങി. അയാളാണ് വാതിൽ പൂട്ടിയത്. ഞാൻ നേരെ തൃശ്ശൂരിന് പോവാണ്. മറ്റന്നാളെ വരൂ. അന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് മാറാം അല്ലേ? സ്വാതിയെ ബാങ്കിൽ കൊണ്ട് ചെന്ന് വിട്ടിട്ട് അയാൾ ചോദിച്ചു. അത് മതി. അയാൾ അപ്പോൾ തന്നെ പോയി. സ്വാതിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. ഉച്ചയായപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്. 3 മണിയായപ്പോൾ അവളുടെ മൊബൈലിൽ അനുജൻ സുരജിൻ്റെ കോൾ വന്നു. എന്താ സൂരജ്? അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു. അവൻ അങ്ങനെ വിളിക്കാറുള്ളതല്ല. ചേച്ചി, ഞാനും അമ്മയും ബാങ്കിൻ്റെ വെളിയിലുണ്ട്. അവൾ ഞെട്ടിപ്പോയി. എന്താ മോനെ? വെറുതെ അമ്മയ്ക്ക് ചേച്ചിയെ കാണണമെന്ന് ഒരേ നിർബന്ധം. കാണിക്കാൻ കൊണ്ടുവന്നതാ, കളിമട്ടിൽ അവൻ പറഞ്ഞു. ഞാനിതാ വരുന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? കാണണമെന്ന് പെട്ടെന്നൊരാഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവൾ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. പത്മിനിയും സൂരജും എയർബാഗുമായി കസ്റ്റമേഴ്സിനുള്ള കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ അമ്മേ? അവൾ തിടുക്കത്തിൽ പത്മിനിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളെ, എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നിനക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹമില്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയല്ല, പത്മിനി പരിഭവം പറഞ്ഞു. ആഴ്ചയിൽ ഒരു ഞായറാഴ്ചയിലേ കിട്ടുന്നത്. എങ്ങനെ വരാൻ പറ്റും? എന്നാലും വിഷുവിന് 2-3 ദിവസം ലീവ് എടുത്ത് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ.
അച്ഛന് കടയിൽ നിന്നിറങ്ങാൻ നേരമില്ല, അതുകൊണ്ടാണ് എന്നെ കൂട്ടിവിട്ടത്. ചേച്ചി എപ്പോഴാണ് ഇറങ്ങുന്നേ? സൂരജ് ചോദിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല മോനെ, ഇത് സർക്കാർ ഓഫീസല്ലല്ലോ. വാ, നമുക്ക് അകത്ത് ചെന്നിരിക്കാം. ബാങ്കിൻ്റെ ഉള്ളിലുള്ള അവളുടെ മുറിയിലേക്ക് പത്മിനിയെയും സൂരജിനെയും സ്വാതി കൊണ്ടുപോയി. അവരെ അവൾ ഉമാദേവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണമ്മേ ഇവിടെ എനിക്കുള്ള ഏക കൂട്ടുകാരി ഉമ ചേച്ചി. അവർ അല്പനേരം നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാനേജറോട് പെർമിഷൻ മേടിച്ച് സ്വാതി വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ 7 മണി കഴിയില്ലേ ഇവിടെ നിന്ന് ഇറങ്ങാൻ, ഉമാദേവി പറഞ്ഞു. സ്വാതി ചെന്ന് ബ്രാഞ്ച് മാനേജറുടെ അനുവാദം ചോദിച്ചു. 4 മണിയായപ്പോൾ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. ആദർശ് എപ്പോൾ വരും? വണ്ടിയിലിരിക്കുമ്പോൾ പത്മിനി തിരക്കി. മറ്റന്നാളെ വരും. ചേട്ടനിപ്പോൾ തൃശ്ശൂരിലാണ്. അവിടെ അവരുടെ കമ്പനി പുതിയ ഫ്ലാറ്റുകൾ പണിയുന്നു. അപ്പോൾ നീ ഇവിടെ തനിച്ച്? ഭയത്തോടെ പത്മിനി ചോദിച്ചു. സ്വാതി ഒന്ന് ചിരിച്ചു. ഇവിടെ ഒന്നും പേടിക്കാനില്ലമ്മേ, താഴത്തെ നിലയിൽ താമസക്കാരുണ്ടല്ലോ, അത് ഒരു ആശ്വാസമാണ്. പത്മിനി സമാധാനിച്ചു. താഴത്തെ നിലയിൽ ആരാണ് താമസക്കാർ എന്നറിഞ്ഞാൽ അതോടെ അമ്മയുടെ മനസ്സമാധാനം ഇല്ലാതാകും. 2 തവണ അമ്മയും അച്ഛനും സൂരജും ഇവിടെ വന്നിട്ടുള്ളൂ. ആ 2 അവസരങ്ങളിലും താഴെ ശ്യാമേട്ടനും ഗാഥയും ഉണ്ടായിരുന്നുമില്ല. രാത്രിയിൽ ആദർശ് വിളിച്ചു. അമ്മയും സൂരജും കൂടി വന്നിട്ടുണ്ട് ചേട്ടാ. വെറുതെ വന്നതാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു. അവർ എന്നാണ് പോകുന്നത്? ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന് പറ. നാളെ രാവിലെ പോകുമെന്ന് പറഞ്ഞ് ഇരിക്കുക. ചേട്ടനൊന്ന് പറഞ്ഞു നോക്ക്. ഫോൺ അവൾ പത്മിനിക്ക് കൊടുത്തു. 2 പേരും അല്പനേരം സംസാരിച്ചു. ആദർശും സ്വാതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പത്മിനിക്ക് തോന്നിയില്ല. 2 പേരും എത്ര സ്നേഹത്തോടെയാണ്. അപ്പോൾ ശ്യാംകുമാർ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? സൂരജിൻ്റെ മുമ്പിൽ വെച്ച് അതേക്കുറിച്ച് സ്വാതിയുമായി സംസാരിക്കാൻ പത്മിനി ഭയന്നു. അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സൂരജ് അത് കേൾക്കുകയും വേണ്ട. ഭക്ഷണം കഴിഞ്ഞ് സ്വാതിയും പത്മിനിയും കിടക്കാൻ വാതിലടച്ചു. നീ ആ ശ്യാംകുമാറിനെ കാണാറുണ്ടോ? വളരെ സാധാരണ മട്ടിലാണ് പത്മിനി അത് ചോദിച്ചത്. സംശയമൊന്നും ഉണ്ടാകരുതല്ലോ. ഉണ്ടമ്മേ. എവിടെയാണ് അവനും ഭാര്യയും താമസിക്കുന്നത്? എന്തു പറയാം അമ്മയോട്? ഇതിൻ്റെ താഴത്തെ നിലയിലാണമ്മേ. അവൾക്ക് പറയേണ്ടി വന്നു. ഞെട്ടലോടെ പത്മിനി അവളെ നോക്കി. ആദർശ് നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ശ്യാംകുമാറും നീയും തമ്മിൽ പണ്ട് സ്നേഹത്തിലായിരുന്നു എന്ന കാര്യം ആദർശിനറിയാമോ? അറിയില്ല. ഇന്നലെ ശ്യാംകുമാർ എന്നെ വിളിച്ചിരുന്നു. അതനുസരിച്ചാണ് ഞാനിന്ന് വന്നത്. ഇത്തവണ സ്വാതിയാണ് ഞെട്ടിയത്. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഭയത്തോടെ അവൾ ചോദിച്ചു. ആദർശും ഗാഥയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ ഇതുവരെ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണല്ലോ അവൻ എന്നോട് പറഞ്ഞത്. അമ്മയോട് പറയണോ അക്കാര്യം? പറയാതിരിക്കുന്നതും ശരിയല്ല. എപ്പോഴെങ്കിലും എല്ലാം അറിഞ്ഞെന്നും വരും. ഇവിടെ ഉള്ളതിലും പ്രശ്നം അവിടെയാണ് അമ്മയുള്ളത്. അതെന്താണ്? ശ്യാമേട്ടൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി. ഇനി ഇങ്ങോട്ട് വരില്ല. അതെന്താ? ആദർശ് ചേട്ടനാണ് അതിന് കാരണക്കാരൻ. അവനെന്ത് ചെയ്തു? ആദ്യയോടെ പത്മിനി ചോദിച്ചു. സ്വാതിക്കെല്ലാം പറയേണ്ടി വന്നു. പത്മിനി സ്തബ്ധയായിരുന്നു. മോളെ, നിന്റെ ജീവിതം? പത്മിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഹിക്കാതെ പറ്റില്ലല്ലോ അമ്മേ. നീ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. തൽക്കാലം ഒന്നും അച്ഛനോട് പറയണ്ട. അച്ഛൻ വിഷമിക്കും. അച്ഛന് ഇതൊന്നും താങ്ങാനുള്ള കരുത്ത് കാണത്തില്ല. ശ്യാംകുമാറും ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് ആകുമോ? അതിനാണ് സാധ്യത. ആദർശ് എന്ത് പറയുന്നു? എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ മനസ്സ് അവിടെയാണ്. എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ മോളെ. കഴിയുന്നത്ര സഹിക്കണം, ക്ഷമിക്കണം. വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമാ, പക്ഷേ പിന്നീട് കിട്ടാനാ പ്രയാസം. സ്വാതിയൊന്നും മിണ്ടിയില്ല. രാത്രി വളരെ വൈകിയാണ് അമ്മയും മകളും ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ പത്മിനിയും സൂരജും പോയി. അന്ന് വൈകുന്നേരം സ്വാതി പതിവിലും നേരത്തെ ബാങ്കിൽ നിന്നിറങ്ങി. രാത്രിയിൽ തനിച്ച് അത്രയും ദൂരം യാത്ര ചെയ്യാൻ അവൾക്ക് പേടിയായിരുന്നു. എങ്കിലും സന്ധ്യ കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയപ്പോൾ വലിയ ഒരു വീട്, താൻ ഒറ്റയ്ക്ക്. 8 മണി എങ്കിലും ആകും ശ്യാമേട്ടൻ വരുമ്പോൾ. പിന്നെ താഴെ ഒരാളുണ്ടല്ലോ എന്ന ആശ്വാസമുണ്ട്. രാത്രിയിൽ ഭക്ഷണത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അവൾ ആലോചിച്ചു. ആട്ടയുണ്ട്, അരിപ്പൊടിയും ഓട്സും ഉണ്ട്. ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ വളരെ കുറച്ച് മതിയല്ലോ. ബ്രെഡ് വാങ്ങിയിരുന്നെങ്കിൽ അതും മതിയായിരുന്നു. ഒരു ഗ്ലാസ് പാലും. ഒടുവിൽ അരിപ്പുട്ടുണ്ടാക്കാമെന്ന് അവൾ തീരുമാനിച്ചു. മാവ് നനച്ച് പുട്ടുണ്ടാക്കിയപ്പോൾ 2 കുറ്റിയുണ്ട്. ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒന്ന് വേണമെങ്കിൽ ശ്യാമേട്ടന് കൊടുക്കാം. അവൾ അയാളെ ഫോണിൽ വിളിച്ചു. എന്താ സ്വാതി? അയാൾ കോളെടുത്തു. രാത്രിയിൽ കഴിക്കാൻ വല്ലതും വാങ്ങിയോ? ഇല്ല. പുട്ട് മതിയെങ്കിൽ തരാം. മതി, എനിക്കിഷ്ടമാണ് പുട്ട്. വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ പാഴ്സൽ തന്നയക്കാം. ഞാൻ വിളിക്കാം. അവൾ കുളി കഴിഞ്ഞ് വേഷം മാറി വന്നപ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ശ്യാംകുമാർ. 1 മിനിറ്റ്, ഞാനിപ്പോൾ കൊണ്ടുവന്ന് തരാം. ഞാൻ കഴിച്ചിട്ട് പോയിക്കോളാം. അയാൾ അകത്തേക്ക് കയറി. അത് വേണ്ട ശ്യാമേട്ടാ, ഞാനിവിടെ തനിച്ചല്ലേ, പോരാത്തതിന് രാത്രിയും. അവൾ മടിച്ചു. പേടിക്കണ്ട, ഞാനിവിടെ ഉറങ്ങാൻ വന്നതൊന്നുമല്ല. അയാൾ ചെന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്നു. അവൾ 2 പ്ലേറ്റുകളിൽ പുട്ടും മസാലക്കറിയും വിളമ്പി. ഒരു വിശേഷമുണ്ട് ശ്യാമേട്ടാ, എതിർവശത്തെ കസേരയിലിരുന്നു കൊണ്ട് സ്വാതി പറഞ്ഞു. എന്താണ്? കൗതുകത്തോടെ അയാൾ അവളെ നോക്കി. ഞങ്ങൾ ഇവിടുന്ന് താമസം മാറുകയാണ്, ബാങ്കിനടുത്തുള്ള ബ്ലൂ ഓർക്കിഡിലേക്ക്. വിശ്വസിക്കാനാവാതെ അയാൾ അവളെ നോക്കിയിരുന്നു. അപ്പോൾ താഴെ ആദർശിൻ്റെ കാർ വന്നു നിന്നു. കാറിൻ്റെ ശബ്ദം 2 പേരും കേട്ടില്ല. മസാലക്കറിയിൽ കുഴച്ച പുട്ട് ഒരു സ്പൂണിൽ കോരി
സ്വാതി വായിലേക്കിട്ടു. അവളുടെ മുഖത്തേക്ക് തന്നെ ശ്യാംകുമാർ നോക്കിയിരുന്നു. എന്താ പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറുന്നത്? സംശയത്തോടെ അയാൾ ചോദിച്ചു. കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ആദർശ് ചേട്ടന് താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ കാരണം പിന്നീടല്ലേ മനസ്സിലായത്. ഇപ്പോൾ എന്തിനാണ് മാറുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അയാൾക്ക് അതറിയണമായിരുന്നു. ആദർശ് ചേട്ടന് തൃശ്ശൂരിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചു. ആഴ്ചയിൽ 3-4 ദിവസം അവിടെയായിരിക്കും. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ? അതോ ഞാനിവിടെ ഉള്ളതുകൊണ്ട് നീ പേടിച്ചു മാറിപ്പോവുകയാണോ? അയാൾ പരിഭവത്തോടെ ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമല്ല ശ്യാമേട്ടാ. എൻ്റെ ബ്രാഞ്ചിലെ ഉമചേച്ചി അറിയില്ലേ? അവരുടെ ബന്ധുവിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ ഇപ്പോൾ ആൾതാമസമില്ല. ഉമച്ചേച്ചി കുറേ നാളായി എന്നെ നിർബന്ധിക്കുന്നു. ബാങ്കിനടുത്തല്ലേ, അവിടേക്ക് താമസം മാറിക്കൂടെ എന്ന്. കുറച്ചുകൂടെ സേഫ് അവിടെയാണല്ലോ എന്നോർത്തപ്പോൾ അങ്ങോട്ട് മാറാമെന്ന് തീരുമാനിച്ചു. ആദർശ് നിർബന്ധിച്ചില്ലേ? നിർബന്ധിച്ചൊന്നുമില്ല. ആ റിംസൺ അന്നത്തേതുപോലെ ഇനി കയറി വരില്ലെന്ന് ആരറിഞ്ഞു? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അവനെ ഞാൻ വച്ചിട്ടുണ്ട്. അയാൾ കലിയോടെ പറഞ്ഞു. വേണ്ട, അത് വിട്ടേക്ക്. ഇനി അവനെന്നെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. അവിടെ നല്ല സെക്യൂരിറ്റി ഉണ്ട്. നീയും പോയിക്കോ. എനിക്കിനി വേറെ ആരുമില്ല. എന്നെ തനിച്ചാക്കിയിട്ട് നീയും പോയിക്കോ. ശ്യാംകുമാറിൻ്റെ ശബ്ദം ഇടറിപ്പോയി. അയാളുടെ മുഖത്തെ വേദന അവൾ കണ്ടു. അവൾക്ക് വലിയ സങ്കടം തോന്നി. സ്വാതി എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ശ്യാമേട്ടൻ ഒറ്റയ്ക്കല്ല. എൻ്റെ സ്നേഹം എന്നും ഉണ്ടാവും. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ആദർശ് അകത്തേക്ക് കയറി വന്നത്. അയാൾ കണ്ട് സ്വാതിയും ശ്യാംകുമാറും ഞെട്ടിപ്പോയി. സോറി, ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ക്ഷമാപണം നടിച്ച് ആദർശ് ചോദിച്ചു. സ്വാതിക്കോ ശ്യാംകുമാറിനോ ഒരക്ഷരം പോലും പറയാൻ കഴിഞ്ഞില്ല. ഫുഡ് കഴിക്കൂ. അതിന് തടസ്സം വരണ്ട. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ശ്യാം പോയിക്കളയല്ലേ? ബ്രീഫ് കേസുമായി ആദർശ് ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. ശ്യാമേട്ടാ, സ്വാതി ആദിയോടെ വിളിച്ചു. നീ എന്തിനാ സ്വാതി പേടിക്കുന്നത്? കാണാൻ പാടില്ലാത്തതൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും ഈ നേരത്ത് നമ്മൾ രണ്ടുപേരെ ഇവിടെ വെച്ച് കാണുമ്പോൾ ആദർശ് ചേട്ടൻ എന്തു വിചാരിക്കും? ഒരു തെറ്റ് ചെയ്യാതെ കുറ്റവാളിയാകേണ്ടി വരില്ലേ? എന്തു പറഞ്ഞാലും അതിനി ആദർശ് ചേട്ടൻ വിശ്വസിക്കുമോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ എന്ത് ചെയ്യുമെന്നാ നീ വിചാരിക്കുന്നത്? നിന്നെ ഉപേക്ഷിക്കുമെന്നോ? അങ്ങനെ ചെയ്യട്ടെ. 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ടല്ലോ. ശ്യാം അവൾക്ക് ധൈര്യം കൊടുത്തു. ശ്യാമേട്ട പ്ലീസ്, ഇങ്ങനെയൊന്നും പറയാതെ. തെറ്റുകാരിയല്ലാതെ ഞാൻ ഇതുവരെ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ ഞാനൊരു ചീത്ത പെണ്ണായില്ലേ? വിശ്വാസവഞ്ചന നടത്തിയ ഭാര്യയായില്ലേ? സ്വാതിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ശ്യാമേട്ടൻ പോകരുതെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? എല്ലാം ഇന്ന് ഇവിടെ വെച്ച് തീർക്കാനാണ്. എനിക്കത് ഓർക്കാൻ പോലും വയ്യ. എല്ലാം ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് തീരട്ടെ. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്, ശ്യാം പറഞ്ഞു. പെട്ടെന്ന് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് ആദർശ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അയാൾ വേഷം മാറി മുണ്ടും ഷർട്ടും ധരിച്ചിരുന്നു. സ്വാതിയും ശ്യാംകുമാറും ആശങ്കയോടെ അയാളെ നോക്കി. അയാൾ സൗഹൃദഭാവത്തിൽ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അല്ല, രണ്ടുപേരും ഒന്നും കഴിച്ചില്ലേ? പുട്ട് അതേപടി ഇരിക്കുന്നല്ലോ. എന്നോട് പോകരുതെന്ന് എന്താണ് ആദർശ് പറഞ്ഞത്? ശ്യാംകുമാർ ഗൗരവഭാവത്തിൽ ചോദിച്ചു. പറയാം. രാത്രി ഈ 9:30 മണി നേരത്ത് എൻ്റെ ഭാര്യ മാത്രമുള്ള വീട്ടിൽ എന്തിനാണ് ശ്യാം വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒന്നുകിൽ അവൾ ക്ഷണിച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ വന്നതായിരിക്കും. ഞാൻ സ്വമേധയാ വന്നതാണ്. ആയിരിക്കാം. വന്ന സ്ഥിതിക്ക് ആഹാരം കഴിക്കാൻ സ്വാതി പറഞ്ഞു കാണും. അവളെ നിരാശപ്പെടുത്തണ്ട എന്ന് നിങ്ങൾ കരുതുകയും ചെയ്തു അല്ലേ? രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേടിച്ചുപോയി. അത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാൻ ഞെട്ടിയില്ല. കാരണം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഒരാൾ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. സ്വാതി ഞെട്ടി. ആര്? ശ്യാംകുമാർ ചോദിച്ചു. വേറെ ആരുമല്ല, റിംസൺ. അയാൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അയാൾക്ക് എന്നോട് ശത്രുതയുണ്ട്. പ്ലീസ് ആദർശ് ചേട്ടാ, സ്വാതി അപേക്ഷിച്ചു. അയാൾ സത്യമാകട്ടെ സത്യമല്ലാതാകട്ടെ, എനിക്കതിൽ ഒരു വിഷമവുമില്ല. കല്യാണത്തിന് മുമ്പ് ആണും പെണ്ണും ചില സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെട്ടെന്ന് വരാം. അത് സ്വാഭാവികമാണ്. അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നല്ലോ അത്തരത്തിൽ ഒരു സ്നേഹബന്ധം. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ശ്യാമയോട് എനിക്ക് സംസാരിക്കാനുള്ളത് വേറൊരു കാര്യമാണ്. എന്താണ്? ശ്യാം മാത്രമല്ല, സ്വാതിയും എനിക്ക് വ്യക്തമായൊരു മറുപടി തന്നേ പറ്റൂ. അവൾ ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ ആദർശിനെ നോക്കി. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊന്നും നമ്മളല്ല കാരണക്കാർ. നമ്മുടെ അച്ഛനമ്മമാരാണ്. മക്കളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ കുറ്റവാളികളെപ്പോലെ എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചവൻ എന്ന ദുഷ്പേരും എനിക്കും കിട്ടില്ലായിരുന്നു. സ്വാതിമല്ലേ മുഖം കുനിച്ചു. ശ്യാമിനും ഗാഥയ്ക്കും ഇനി ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. ഡിവോഴ്സിനുള്ള പേപ്പറുകൾ ഫയൽ ചെയ്യാൻ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ശ്യാമും ഗാഥയും സ്വതന്ത്രരാകാൻ പോകുന്നു. എനിക്കിനി അറിയേണ്ടത് അച്ഛനമ്മമാർ ചെയ്ത തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്നാണ്. ആദർശ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്യാംകുമാർ ചോദിച്ചു. സ്വാതിയെ ഭാര്യയായി കിട്ടിയാൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശ്യാംകുമാർ ഒന്ന് പതറി. സ്വാതിയുടെ മുഖം വിളറി. നിന്നോടും ഇതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്യാമിനെ ഭർത്താവായി കിട്ടിയാൽ സ്വീകരിക്കാൻ നീ തയ്യാറാണോ? രണ്ടുപേരും മറുപടി പറഞ്ഞില്ല. ശരി, പെട്ടെന്നൊരു മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി.
എനിക്കൊരു കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് സ്വാതി സംസാരിച്ചു. ശ്യാംകുമാറും ആദർശും അവളുടെ നേർക്ക് മുഖം തിരിച്ചു. അച്ഛനും അമ്മയുമാണ് എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചതും വിവാഹം നടത്തിയതും. അവരുടെ അറിവും സമ്മതവും ഇല്ലാതെ ഒരു കാര്യത്തിനും ഞാൻ തയ്യാറല്ല. കരച്ചിലടക്കി സ്വാതി കിടപ്പുമുറിയിലേക്ക് ഓടി. എന്ത് പറയണമെന്നറിയാതെ ശ്യാംകുമാർ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. പിന്നെ അയാൾ തല താഴ്ത്തി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആദർശ് ചെന്ന് വാതിലടച്ചു. അയാൾ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വാതി കമിഴ്ന്നു കിടന്ന് കരയുകയാണ്. സ്വാതി, അയാൾ ശാന്തസ്വരത്തിൽ വിളിച്ചു. അവൾ എഴുന്നേറ്റു. ആദർശ് ചേട്ടൻ ദയവായി വിശ്വസിക്കണം. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹബന്ധമുണ്ടായിരുന്നു. പക്ഷേ അന്നോ അതിനു ശേഷമോ ഞങ്ങൾ തമ്മിൽ അരുതാത്ത ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. കണ്ണീരോടെ അവൾ പറഞ്ഞു. കരയണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷേ സ്വാതി, ഞാൻ വീണ്ടും പറയുന്നു, നിനക്ക് ശ്യാമിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞാനതിന് തടസ്സം നിൽക്കുകയില്ല. എന്നെ ഒഴിവാക്കിയിട്ട് ഗാദിയോടൊപ്പം ജീവിക്കാനാണോ ആദർശ് ചേട്ടൻ്റെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ അത് പറയൂ, അവൾ ആവശ്യപ്പെട്ടു. അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അവൾ അപമാനിതയായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ എനിക്കിനി വേറൊന്നും പറയാനില്ല. നാളെ തന്നെ നീ ഫ്ലാറ്റിലേക്ക് മാറൂ, അതാണ് കൂടുതൽ സൗകര്യം. എനിക്ക് അതിരാവിലെ പോയാൽ കൊള്ളാം. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് താമസം മാറാനോ? അത് വേണ്ട. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയായി അവിടെ താമസിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നാളെ ആദർശ് ചേട്ടൻ തന്നെ എന്നെ അവിടെ കൊണ്ടുചെന്നാക്കണം. ഇടയ്ക്ക് വരണം. എല്ലാവരും അറിയണം എനിക്ക് ഹസ്ബൻഡ് ഉണ്ടെന്ന്. ശരി, ഞാൻ വരാം, ആദർശ് സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ അവൾ വീട് പൂട്ടിയിറങ്ങി. 2 സൂട്ട് കേസുകളിലും ബാഗുകളിലുമായി അത്യാവശ്യം ഡ്രസ്സ് മാത്രമേ അവർ എടുത്തുള്ളൂ. ബ്ലൂ ഓർക്കിഡ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ 7ാം നിലയിലുള്ള ഫ്ലാറ്റിലേക്ക് അവർ ചെന്നു. ആദ്യം അവർ സെക്യൂരിറ്റി സ്റ്റാഫിനെയാണ് പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞ് ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ചെന്ന് കണ്ടു. സ്വയം പരിചയപ്പെടുത്തി. അവർക്ക് ഹൃദയം നിറഞ്ഞ സ്വീകരണവും കിട്ടി. അത് കഴിഞ്ഞ് സ്വാതിയെ ബാങ്കിൽ കൊണ്ടു ചെന്ന് വിട്ടിട്ട് ആദർശ് തൃശ്ശൂർക്ക് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ടാക്സി ഡ്രൈവർ ബൈജുവിൻ്റെ നമ്പർ എടുത്ത് ശ്യാംകുമാർ വിളിച്ചത്. ബെല്ലടിച്ചു നിന്നല്ലാതെ അയാൾ കോൾ എടുത്തില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വിളിച്ചു. സാർ വിളിച്ചപ്പോൾ ഞാൻ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു. പച്ച ലൈറ്റ് തെളിഞ്ഞതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്, ക്ഷമാപണ പോലെ അയാൾ പറഞ്ഞു. ബൈജു ഇപ്പോൾ എവിടെയാണ്? അമ്പലപ്പുഴയിൽ ഓട്ടം പോവാ സാർ. ഇപ്പം വണ്ടി ഒതുക്കിയിട്ടേക്കുവാ കഴിക്കാൻ വേണ്ടി. താൻ ഇനി എപ്പോൾ വരും? 7 മണിക്ക് മുമ്പ് എത്തും സാർ. എനിക്ക് ബൈജുവിനെ ഒന്ന് കാണണം. ഒരു അത്യാവശ്യക്കാര്യം സംസാരിക്കാനാണ്. 8 മണിയാകുമ്പോൾ ഞാൻ ട്രാവൻകൂർ റീജൻസിയിൽ കാണും. ഞാൻ വരാം സാർ. ഓക്കെ, അവിടെ വെച്ച് കാണാം. ശ്യാംകുമാർ കോൾ കട്ട് ചെയ്തു. ബൈജുവിനോട് പറഞ്ഞാൽ അവൻ അത് ചെയ്യും. ചില്ലിക്കാശ് പോലും പ്രതിഫലം പറ്റാതെ ചിലപ്പോൾ. അവൻ്റെ 2 കാലും ഒടിച്ചിടണം. അത്രയും മതി, കൊല്ലണ്ട. ചത്താൽ കേസ് വേറെയാണ്. അവൻ സ്വാതിയെ മാനഭംഗപ്പെടുത്താൻ വന്നത് മാത്രമല്ല, ആദർശിനോട് ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ആളറിയിക്കണ്ട, പക്ഷേ അവന് മനസ്സിലാകണം ആരായിരിക്കും അത് ചെയ്യിച്ചതെന്ന്. ഊണ് കഴിച്ചിട്ട് വന്നപ്പോൾ പിന്നെയും 5 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ശ്യാംകുമാർ മൊബൈലെടുത്ത് സ്വാതിയെ വിളിച്ചു. എന്താ ശ്യാമേട്ടാ, ഫ്രീ ആണോ ഇപ്പോൾ? ഇന്നലെ ഞാൻ പോയി കഴിഞ്ഞ് അയാൾ നിന്നെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? എന്തിന്? നമ്മളെ ഒന്നിച്ച് കണ്ടതിന്. എൻ്റെ മുമ്പിൽ വലിയ മര്യാദക്കാരനായി പെരുമാറിയിട്ട് ഞാൻ പോയ ശേഷം പക തീർത്തെന്നറിയാനാണ്. ഇല്ല, എന്നോടൊരു ദേഷ്യവും കാണിച്ചില്ല. പിന്നെ സ്നേഹമായിരുന്നോ? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. സ്വാതി, എന്തോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? എന്താണ്? നീ ഇപ്പോൾ ഫ്ലാറ്റിലല്ലേ? അതെ. നിൻ്റെ പേരിലല്ലേ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്? അതെ. അപ്പോൾ അത് നിൻ്റെ വീടാണ്. നിനക്ക് പറയാനുള്ള സകല അവകാശങ്ങളുമുണ്ട്. അയാൾ ഇനി അവിടെ വരരുതെന്ന് പറയണം. ശ്യാമേട്ടാ, അവൾ വിശ്വാസം വരാതെ വിളിച്ചു. അതെ, നിങ്ങൾ തമ്മിൽ ഇനി ഒന്നിച്ച് ജീവിക്കേണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളിപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്, അവൾ ഓർമ്മിപ്പിച്ചു. പിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ നീ ഇപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. ആൺതുണയില്ലെങ്കിലും അവിടെ നീ സുരക്ഷിതയായിരിക്കും. ഇവിടുത്തെ വീട് വിട്ടില്ലല്ലോ? ഇല്ല. അയാൾ ഇവിടെ താമസിക്കട്ടെ, അക്കാര്യം നീ ഉറപ്പിച്ച് പറയണം. അങ്ങനെ പറയാനുള്ള അവകാശം എനിക്കില്ല. ശരി, നീ പറയണ്ട. അയാളോട് ഞാൻ സംസാരിക്കാം. അയ്യോ വേണ്ട, തൽക്കാലം ഒന്നും പറയണ്ട. ശരി, ഞാൻ ഇടപെടുന്നില്ല. അയാൾ വന്നാലും നിങ്ങൾ ഒരേ മുറിയിൽ ഉറങ്ങരുത്. എന്തിനാ എത്ര പിടിവാശി? അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട്. നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയില്ല. ആ റിംസൺ, അവനെല്ലാം നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്ത് ധൈര്യമാണ് അവന്? ഞാനും വിചാരിച്ചില്ല അയാൾ ആദർശേട്ടനെ ചെന്ന് കാണുമെന്ന്. അതിനുള്ള ശിക്ഷ ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. എന്ത് ശിക്ഷ? അവൾ ഭയത്തോടെ ചോദിച്ചു. അതൊന്നും നീ അറിയണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ശ്യാമേട്ടാ പ്ലീസ്, അതിക്രമത്തിലൊന്നും പോകല്ലേ. എൻ്റെ മനസ്സമാധാനം ഇല്ലാതൊക്കെയല്ലേ. തൽക്കാലം ഒന്നും ചെയ്യണ്ട. എല്ലാം കലങ്ങി തെളിയട്ടെ. ക്ഷമയോടെ കാത്തിരിക്കണം. അതുമാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ശരി, വെച്ചോ, സമയമായല്ലോ. ശ്യാംകുമാർ കോൾ കട്ട് ചെയ്തു. അവൾ ഒരു പാവമാണ്. എല്ലാവരും കൂടി അവളെ കഷ്ടപ്പെടുത്തുകയാണ്. അത് അവസാനിപ്പിച്ചേ പറ്റൂ. അന്ന് വൈകുന്നേരം ബാങ്കിൽ നിന്നിറങ്ങിയപ്പോൾ 7 മണി കഴിഞ്ഞു. അയാൾ കാറെടുത്ത് ഇടപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഹൈവേയുടെ സൈഡിലാണ് ഹോട്ടൽ.
ട്രാവൻകൂർ റീജൻസി. 8 മണി എന്ന് പറഞ്ഞെങ്കിലും അതിനും 15 മിനിറ്റ് മുമ്പ് അയാൾ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അയാൾ മൊബൈലെടുത്ത് ബൈജുവിനെ വിളിച്ചു. സാർ എവിടെയാണിപ്പോൾ? ബൈജു ചോദിച്ചു. ഞാൻ ഹോട്ടലിൻ്റെ മുമ്പിൽ. 1 മിനിറ്റ്, ഞാനിതാ എത്തി. ശ്യാംകുമാർ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറിൽ ചെന്നിരുന്ന് സംസാരിക്കണമെന്നായിരുന്നു ആദ്യമൊക്കെ കണക്കുകൂട്ടൽ. അല്ലെങ്കിൽ വേണ്ട, ഇനി മാന്യമായിട്ട് ജീവിക്കണം. സാധിക്കാതൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ റിംസൺ ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അല്പനേരം കഴിഞ്ഞപ്പോൾ ബൈജുവിൻ്റെ വെള്ള നിറത്തിലുള്ള ടാക്സി ഗേറ്റ് കടന്നു വരുന്നത് അയാൾ കണ്ടു. വണ്ടി നിർത്തിയിട്ട് ബൈജു ഇറങ്ങി. ശ്യാംകുമാർ അയാളുടെ അടുത്തേക്ക് ചെന്നു. സാർ വന്നിട്ട് ഒത്തിരി നേരമായോ? ക്ഷമാപണത്തോടെ അയാൾ ചോദിച്ചു. ഇല്ല, വന്നതേയുള്ളൂ. നമുക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാം. എനിക്ക് ബൈജുവിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ടാക്സിയുടെ ബാക്ക് സീറ്റിൽ മങ്ങിയ ഇരുട്ടിൽ 2 പേരിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിനെ ഒരു തെമ്മാടി കുറേ നാളായി പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ആ സ്ത്രീ തനിച്ച് വീട്ടിലുള്ളപ്പോൾ അവൻ ചെന്ന് കയറി പിടിക്കാൻ ശ്രമിച്ചു. കഷ്ടിച്ചാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ആ നിമിഷം അവർ അവനെ പൊക്കുമല്ലോ സാർ. അതറിയാം. പക്ഷേ പിന്നെ പോലീസ് ചോദ്യം ചെയ്യലായി, കേസായി, കോടതിയായി. ഉടനെയൊന്നും തലവേദന തീരില്ല ബൈജു. ശരിയാണ്. അവനെ അല്ലാതെ ഒന്ന് കൈകാര്യം ചെയ്യണം. പറ്റുമോ എന്ന് ചോദിച്ചാൽ ആൾ ആരാണ് സാർ? റിംസനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്യാംകുമാർ അയാളോട് പറഞ്ഞു. അവൻ എവിടെയാണ് താമസിക്കണമെന്ന് അറിയില്ല. ഏതെങ്കിലും ലോഡ്ജിലാകാനാണ് സാധ്യത. അത് ഞാൻ കണ്ടുപിടിച്ചോളാം സാർ. ബാങ്കിൽ ചെന്ന് ആളിനെ ഒന്ന് തിരിച്ചറിയണം, അത്രയേ ഉള്ളൂ. 1 മിനിറ്റ്, അവൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കട്ടെ. മൊബൈലെടുത്ത് ശ്യാംകുമാർ ഫേസ്ബുക്ക് തെരഞ്ഞു. ധാരാളം റിംസന്മാരുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ട് വന്നു. ഒടുവിൽ അസൽ റിംസനെ തന്നെ കിട്ടി. ഒന്നല്ല, 7-8 ഫോട്ടോകളുണ്ടായിരുന്നു അതിൽ. ഇതാണ് കക്ഷി. റിംസൻ്റെ ഫോട്ടോ അയാൾ ബൈജുവിനെ കാണിച്ചു കൊടുത്തു. ഫോട്ടോയിൽ നോക്കി ബൈജു അല്പനേരം ഇരുന്നു. ശരി സാർ, ഞാൻ ഈ ജോലി ഏറ്റു. 2 പേരും കൈപ്പിടിച്ച് കുലുക്കി. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന കലണ്ടറിൽ കുറിച്ചിട്ടിരുന്നതെല്ലാം ഒരിക്കൽ കൂടി അപർണ പരിശോധിച്ചു. 18-ാം തീയതിയാണ് ഇനി ഡോക്ടറെ കാണേണ്ട ദിവസം. അതായത് മറ്റന്നാൾ. 25-ാം തീയതി അഡ്മിറ്റ് ആകണം. പ്രസവം പ്രതീക്ഷിക്കുന്ന പോലെ 3-4 ദിവസം കഴിഞ്ഞ്. നീ എന്താണ് നോക്കുന്നത്? ഗാഥ ചോദിച്ചു. മറ്റന്നാളാണ് ഡോക്ടറെ കാണാൻ പോകേണ്ടത്, അപർണ പറഞ്ഞു. ടാക്സിയുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇന്ന് പറയാം. വല്ലാതെ വീർത്ത് കഴിഞ്ഞിരുന്നു ഗാഥയുടെ വയറ്. 2 ആഴ്ചക്കുള്ളിൽ ആ വയറൊഴിയും. ഓമനയായ ഒരു പെൺകുഞ്ഞോ ആൺകുഞ്ഞോ. ദിവസങ്ങൾ വളരെ വേഗം കടന്നു പോകും. ഞാൻ പ്രകാശ് ചേട്ടനെ വിളിച്ച് പറയാം. സാധാരണ പ്രകാശിൻ്റെ ടാക്സിയിലാണ് അവർ കരുനാഗപ്പള്ളിയിൽ ചെന്ന് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയെ കാണാറുള്ളത്. 1-2 തവണ ആദർശ് വന്ന് കൊണ്ടുപോയി. പിന്നെ ഗാഥ അത് നിരുത്സാഹപ്പെടുത്തി. തീയതി അറിയിക്കാതെയായി. മൊബൈലെടുത്ത് അപർണ പ്രകാശിനെ വിളിച്ചു. എന്താ മോളെ? ചേച്ചിയെ മറ്റന്നാൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. 3 മണിക്ക് വന്നാൽ മതിയല്ലോ? മതി. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് സാധാരണ കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നത്. 6 മണിക്ക് മുമ്പ് തിരിച്ചെത്തും. ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്യണ്ടേ? ഗാഥ ചോദിച്ചു. അത് നാളെ ആയാലും മതി. ഗാഥയുടെ അടുത്ത് ചെന്ന് അപർണയായിരുന്നു. ഗാഥയുടെ മുഖത്തിന് അല്പം തടിപ്പുണ്ടായിരുന്നു, കാലുകളിൽ നീരും. പേടിക്കണ്ട, സാധാരണ ഗർഭിണികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ വെക്കേഷനായത് നന്നായി. അല്ലെങ്കിൽ ചേച്ചിയെ തനിച്ച് വീട്ടിലാക്കിയിട്ട് മനസ്സമാധാനത്തോടെ അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ പറ്റുമായിരുന്നോ? അടുത്ത മാസം നിൻ്റെ റിസൾട്ട് അറിയില്ലേ? എന്തായാലും MAക്ക് അഡ്മിഷൻ കിട്ടാൻ 2-3 മാസമെങ്കിലും സമയമെടുക്കും. അതുവരെ കുഞ്ഞിനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഗാഥ പുഞ്ചിരിച്ചു. ഒരു നോട്ട് ബുക്ക് നിറയെ ഞാൻ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്, ആൺകുഞ്ഞിൻ്റെയും പെൺകുഞ്ഞിൻ്റെയും. ഒടുവിൽ ഒരെണ്ണം തീർച്ചപ്പെടുത്താൻ നറുക്കിടേണ്ടി വരുമായിരിക്കുമല്ലോ, ഗാഥ കളി പറഞ്ഞു. അത് വേണ്ടി വരും. 6 മണി കഴിഞ്ഞു അന്ന് യമുന ഓഫീസിൽ നിന്ന് വന്നപ്പോൾ. ഇവൾ വല്ലതും കഴിച്ചോ മോളെ? അവർ ചോദിച്ചു. ഭക്ഷണം കഴിക്കാൻ വലിയ മടിയാണ് ഗാഥയ്ക്ക്. അല്പം എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് വയറ് നിറയും, വിശപ്പില്ലാതാകും. അയ്യോ, വലിയ പാടാണമ്മേ. പക്ഷിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന പോലെ ഞാൻ 8-10 തവണയായി കുറേശ്ശെ തീറ്റിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഞാൻ വരണോ ഡോക്ടറെ കാണാൻ? അമ്മ വെറുതെ ലീവ് എടുക്കണ്ട. അടുത്ത മാസം ഫുൾ ലീവ് വേണ്ടതല്ലേ, അവൾ പറഞ്ഞു. പിറ്റേന്ന് ഡോക്ടറെ വിളിച്ച് അപർണ ബുക്ക് ചെയ്തു. നമ്പർ 10. അന്നു ഗാഥയും കൊണ്ട് അപർണയാണ് കരുനാഗപ്പള്ളിക്ക് പോയത്. 10ാമത്തെ ആളായി അവർ ഡോക്ടറെ കാണാൻ കയറി. എങ്ങനെയുണ്ട് ഗാഥ? വിശേഷമൊന്നുമില്ലല്ലോ, അവളെ കണ്ട് ഡോക്ടർ ചോദിച്ചു. നല്ല ക്ഷീണമുണ്ട് ഡോക്ടർ. ഡോക്ടർ അവളുടെ പ്രഷർ നോക്കി. മറ്റു പരിശോധനകൾ നടത്തി. ഒടുവിൽ ഗാഥയെയും അപർണയെയും അവർ അഭിമുഖീകരിച്ചു. നോർമൽ ഡെലിവറി ആയിരിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചാണ് വേറൊരു കാര്യം പറയാതിരുന്നത്. ഗൗരവഭാവത്തിലായിരുന്നു ഡോക്ടർ ഭാഗ്യലക്ഷ്മി. എന്താണ് ഡോക്ടർ? ആശങ്കയോടെ അപർണ ചോദിച്ചു. പറഞ്ഞതിലും 2 ദിവസം മുമ്പേ അഡ്മിറ്റ് ആയിക്കോളൂ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ഇക്കാര്യം മുൻകൂട്ടി പറയാതിരിക്കാനും എനിക്ക് പറ്റില്ല. കൊള്ളിമീൻ പോലെ ഒരു ഭയം ഗാഥയുടെ ശരീരത്തിലൂടെ പെട്ടെന്ന് കടന്നുപോയി. അപർണ ശബ്ദിക്കാനാവാതെ കണ്ണുമിഴിച്ചിരുന്നു. ടാക്സി വന്ന് വീണ്ടും മുറ്റത്ത് നിന്നു. അമ്മ വന്ന ലക്ഷണമില്ല, കാറിൽ നിന്നിറങ്ങി അപർണ പറഞ്ഞു. 5:30 ആയില്ലേ? വന്നു കാണും, ഗാഥ പറഞ്ഞു.
വലിയ വയറും താങ്ങി സാവധാനമാണ് അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയത്. കാറിൻ്റെ ശബ്ദം കേട്ട് യമുന വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു. ഓഫീസിൽ നിന്ന് വന്ന വേഷത്തിലായിരുന്നു അവർ. എത്തിയോ? ഞാൻ വിചാരിച്ചു വൈകുമെന്ന്. ഡോക്ടറുടെ അടുത്ത് വലിയ താമസമുണ്ടായില്ലമ്മേ. പേഴ്സ് തുറന്ന് അപർണ ടാക്സി കൂലി കൊടുത്തു. പതിവായി പ്രകാശിൻ്റെ വണ്ടിയാണ് കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ വിളിക്കുന്നത്. അതുകൊണ്ട് ഓരോ തവണയും ടാക്സി കൂലി എത്രയാണെന്ന് ചോദിക്കേണ്ടി വരാറില്ല. ഗാഥയും അപർണയും പടികൾ കയറി വന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? യമുന ചോദിച്ചു. ചേച്ചിയും അഞ്ചത്തിയും പരസ്പരം ഒന്ന് നോക്കി. നേരത്തെ പറഞ്ഞ ഡേറ്റിന് മുമ്പേ അഡ്മിറ്റ് ആകണമെന്നാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്, അപർണ അറിയിച്ചു. അതെന്താ? ചെറിയ കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ടെന്ന്. നോർമൽ ഡെലിവറി നടക്കാൻ പ്രയാസമാണെന്ന്. അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ മിക്ക ഡെലിവറിയും സിസേറിയനാണല്ലോ. യമുനയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. അതല്ലമ്മേ, ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അവരല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനെന്താ, നേരത്തെ അഡ്മിറ്റായാൽ മതിയല്ലോ. യമുന അത് കാര്യമായിട്ടെടുത്തില്ല. ഊണുമുറിയിലെ കസേരയിൽ തളർച്ചയോടെ ഗാഥയിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും വേണോ മോളെ? യമുന ചോദിച്ചു. ഇപ്പം ചായം കൊണ്ടുവരാം. യമുനയോടൊപ്പം അപർണയും അടുക്കളയിലേക്ക് ചെന്നു. എനിക്കെന്തോ ഒരു പേടി പോലെ. പറഞ്ഞാൽ അച്ഛനെ അറിയിക്കണ്ടേ? അച്ഛൻ വരുമോ അമ്മേ? ആൺതുണയില്ലാതെ നമ്മൾ 3 പെണ്ണുങ്ങൾ. എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ? എന്ത് എമർജൻസി? അവൾക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടായാൽ പ്രകാശിനെ വിളിച്ചാൽ മതിയല്ലോ. ഏത് പാതിരാത്രിയിലാണെങ്കിലും അവൻ വണ്ടിയും കൊണ്ടുവന്ന് അവളെ ആശുപത്രിയിലെത്തിക്കും. ആദർശ് ചേട്ടനെ വിവരം അറിയിക്കണോ? ഒന്നും മടിച്ചിട്ടാണെങ്കിലും അപർണ ചോദിച്ചു. അത് വേണ്ട, അത് ശരിയല്ല മോളെ. അവൻ വേറൊരു പെണ്ണിൻ്റെ ഭർത്താവാണ്. നമ്മളത് മറക്കാൻ പാടില്ല. പിന്നെ അവിടെ വെച്ച് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ്റെ സഹായം സ്വീകരിച്ചത്. ശ്യാം ആ സമയത്ത് പൂനെയിൽ ട്രെയിനിങ്ങിന് പോയിരിക്കുകയായിരുന്നല്ലോ. ശ്യാം ചേട്ടൻ എനിക്ക് അത് ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ വരുമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്യാം വരില്ല. അതുകൊണ്ടാണ് ഞാൻ. വിളിക്കേണ്ട, ഒന്നും അറിയിക്കുകയും വേണ്ട, യമുന ഉറപ്പിച്ചു പറഞ്ഞു. അപർണ പിന്നെ അക്കാര്യം മിണ്ടിയതേയില്ല. യമുന ചായ ഉണ്ടാക്കി 2 പേർക്കും കൊടുത്തു. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ആദർശിൻ്റെ കാര്യം അവർ ഗാഥയോട് ചോദിച്ചു. ആദർശ് ചേട്ടൻ വിളിക്കാറുണ്ടോ? എന്നും. ഇന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോ? ഞാനൊന്ന് സൂചിപ്പിച്ചു, ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. വരുമോ അപ്പോൾ? വരും. അമ്മയ്ക്ക് എതിർപ്പുണ്ട്, അതെനിക്കറിയാം. സ്വാതി ഓർത്താണത്. അമ്മ പറയുന്നതിനും കാര്യമുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ ആർക്കെങ്കിലും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ചേച്ചി? അതുപോലെ അന്യൻ്റെ കുഞ്ഞിനെ ആർക്കും അംഗീകരിക്കാനും പറ്റില്ല. പിന്നെ 2 പേരും ഒന്നും സംസാരിച്ചില്ല. ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു കിടന്ന് അവർ ഒരുപാട് ആലോചിച്ചു. പിന്നെ എപ്പോഴോ ഉറങ്ങി. ആദർശ് തൃശ്ശൂർ ഓഫീസിലായിരുന്നു അന്ന്. പുറത്തു പോയി ലഞ്ച് കഴിച്ചിട്ട് വന്ന് വിശ്രമിക്കുമ്പോഴാണ് ശ്യാംകുമാറിൻ്റെ കോൾ വന്നത്. എടുക്കണോ? അയാളൊന്ന് സംശയിച്ചു. അന്ന് സ്വാതിയോടൊപ്പം കണ്ട രാത്രിയിൽ സംസാരിച്ച ശേഷം രണ്ടാളും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ എന്തിനാണ്? ഹലോ. ആദർശ് ഫോണെടുത്തു. ഞാൻ ശ്യാമാണ്. ശാന്തമായ സ്വരമായിരുന്നു. മനസ്സിലായി. ആദർശ് ബിസിയാണോ? അല്ല, എനിക്ക് ആദർശിനെ നേരിട്ടൊന്ന് കാണണമായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഞാനിപ്പോൾ തൃശ്ശൂരാണ്. ഇങ്ങോട്ട് എന്നാണ് വരുന്നത്? നാളെ. കാണാൻ പറ്റുമോ നാളെ? വരുമ്പോൾ ലേറ്റാകും. അത് സാരമില്ല, എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരൂ. അത് വേണ്ട, നമ്മൾ 2 പേരും മാത്രം മതി. എങ്കിൽ ഞാൻ അവിടേക്ക് വരാം. എൻ്റെ കുറച്ച് ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, അതെടുക്കുകയും വേണം. എത്ര മണിക്ക് വരും? 8 മണിയാകും. അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തമ്മിൽ കാണുന്ന കാര്യം സ്വാതി അറിയണ്ട. ശരി, ഞാൻ പറയുന്നില്ല. ഓക്കെ, നാളെ കാണാം. അയാൾ കോൾ കട്ട് ചെയ്തു. എന്തായിരിക്കും ശ്യാമിന് സംസാരിക്കാനുള്ള പ്രധാന കാര്യം? എത്ര ചിന്തിച്ചിട്ടും ആദർശിന് പിടികിട്ടിയില്ല. പിറ്റേന്ന് വൈകുന്നേരം അയാൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞാനിന്ന് വരുന്നുണ്ട്. ചിലപ്പോൾ ഇത്തിരി വൈകും, അയാൾ സ്വാതിയെ വിളിച്ച് അറിയിച്ചു. അത് സാരമില്ല, ചിലപ്പോൾ 9 കഴിയും. വീട്ടിൽ വന്നിട്ട് കഴിച്ചാൽ മതി. ശരി. അയാൾ 8 മണിക്ക് മുമ്പ് ഇടപ്പള്ളിയിലെ വീട്ടിലെത്തി. അപ്പോൾ താഴത്തെ നിലയിൽ വെളിച്ചമുണ്ടായിരുന്നു. പുറത്ത് ശ്യാംകുമാറിൻ്റെ കാറും. അയാൾ ചെന്ന് ഡോർബെൽ മുഴക്കി. ഉടൻ തന്നെ ശ്യാംകുമാർ വാതിൽ തുറന്നു. ആദർശ് വരൂ. അയാളെ കണ്ട് ശ്യാംകുമാർ സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. അവർ സ്വീകരണ മുറിയിലെ സെറ്റുകളിൽ അഭിമുഖമായിരുന്നു. എനിക്ക് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത് ഒരു അപേക്ഷയാണ്, ഒരു റിക്വസ്റ്റ്. ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, ശ്യാം പറഞ്ഞു. പറയൂ. എനിക്ക് സ്വാതിയെ തിരിച്ചു തരുമോ? അയാൾ ആവശ്യപ്പെട്ടത് കേട്ട് ആദർശൊന്ന് ഞെട്ടി. ഇങ്ങനൊരു കാര്യം പറയാനാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ശ്യാം എന്ത് ഫോളിഷ്നെസ്സാണ് പറയുന്നത്. സ്വാതി എൻ്റെ ഭാര്യയാണ്. ആദർശ് പ്രതിഷേധിച്ചു. അതെ, അതുകൊണ്ടാണല്ലോ ആദർശിനോട് ഞാൻ അപേക്ഷിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ വ്യക്തമല്ലേ? ഇനിയെങ്കിലും നമ്മൾ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കണം. കാര്യങ്ങൾ യുക്തിപൂർവ്വം പരിഹരിക്കണം. ശ്യാംകുമാറിൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ആദർശൊന്നും പറഞ്ഞില്ല. പണ്ട് സ്വാതിയും ഞാനും തമ്മിൽ ഗാഢമായ സ്നേഹമുണ്ടായിരുന്നു. അക്കാര്യം അവളുടെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം. അവർ കല്യാണം ആലോചിച്ചതുമാണ്. പക്ഷേ ജാതക പൊരുത്തമില്ല എന്ന ഒറ്റ കാരണത്താലാണ് ആ ആലോചന അലസിപ്പോയത്. ആ ഓർമ്മയിൽ ശ്യാംകുമാർ തലകുനിച്ച് നിശബ്ദമായി ഒരു നിമിഷം ഇരുന്നു. പിന്നെ അയാൾ പെട്ടെന്ന് മുഖമുയർത്തി. നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചെയ്തത് വലിയ അനീതിയാണ് ആദർശ്. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ കാണുമായിരിക്കും. പക്ഷേ നമ്മളത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ശ്യാം പറയുന്നതിലും കുറച്ച് വാസ്തവമുണ്ടെന്ന് ആദർശിന് തോന്നി.
നമ്മുടെ വീട്ടുകാർക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ ഇനിയും നമുക്ക് അവസരമുണ്ട്. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം ആദർശിന് മനസ്സിലായി. അതുകൊണ്ട് സ്വാതിയോട് ആദർശ് സംസാരിക്കണം. ആദർശ് മെല്ലെ എഴുന്നേറ്റു. ഈ വീട് ആദർശ് വിടുന്നുണ്ടോ? ശ്യാംകുമാറും എഴുന്നേറ്റു. ഇനി ഈ വീടിൻ്റെ ആവശ്യമില്ല. തൽക്കാലം ഇത് വിടണ്ട ആദർശ്. അതെന്താ? തൃശ്ശൂർ എറണാകുളത്തുമല്ലേ ഇനി ആദർശിൻ്റെ ജോലി? എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ താമസിക്കാമല്ലോ. അയാൾ ശ്യാംകുമാറിനൊന്ന് നോക്കി. ഇനി മുതൽ സ്വാതിയോടൊപ്പം ആദർശ് താമസിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. ഫ്ലാറ്റിൽ അവൾ സേഫാണ്. അയാളൊന്നും മിണ്ടിയില്ല. ഇനി എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആദർശമെല്ലെ അവിടെ നിന്നിറങ്ങി. അയാൾ കാറിൽ കയറി പുറത്തേക്ക് ഓടിച്ചു പോയി. ശ്യാംകുമാർ അത് നോക്കി നിന്നിട്ട് വേഗം ഉള്ളിൽ കയറി വാതിലടച്ചു. കുളിക്കുന്ന സമയത്ത് സ്വാതി ഷാമ്പു ഉപയോഗിച്ച് മുടി വൃത്തിയായി കഴുകി. അവൾ സീലിംഗ് ഫാനിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ട് മുടി ഉണക്കി. ആദർശേട്ടൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വരുമ്പോഴൊക്കെ കുളി കഴിഞ്ഞ് ഫ്രഷായി നിൽക്കണം. ചപ്പാത്തി ഉണ്ടാക്കി തണുത്തു പോകാതിരിക്കാൻ കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ചൂടാറാത്ത കറിയുമുണ്ട്. വിരലുകൾ കൊണ്ട് മുടി വിടർത്തിട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ മൊബൈൽ ബെല്ലടിച്ചത്. അവൾ അതെടുത്ത് നോക്കി. ശ്യാംകുമാറായിരുന്നു അത്. കോൾ എടുക്കണോ? അവളൊന്ന് സംശയിച്ചു. എടുത്തേക്കാം. എന്താണ് കാര്യമെന്ന് അറിയാമല്ലോ. ഹലോ. അവൾ ആൻസർ ബട്ടണിൽ വിരലമർത്തി. സ്വാതി. എന്താണ്? ആദർശ് എന്ന് നിന്നോടൊരു കാര്യം സംസാരിക്കും. എന്തു കാര്യം? ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചാൻസാണ്. ആദർശ് ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ. എന്നോട് മറുപടിയൊന്നും പറഞ്ഞില്ല. നിന്നോട് ആലോചിക്കാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആദർശേട്ടൻ അവിടെ വന്നിരുന്നോ? വിശ്വാസം വരാതെ അവൾ ചോദിച്ചു. ഉവ്വ്, ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അത്യാവശ്യമായി ഒന്ന് വരണമെന്ന്. കുറച്ചു മുമ്പ് വീട്ടിൽ വന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്ത്? ഉയരുന്ന നെഞ്ചിടിപ്പോടെ അവൾ ചോദിച്ചു. നമ്മുടെ സ്നേഹത്തെക്കുറിച്ച്. ശബ്ദിക്കാനാവാതെ സ്വാതി നിന്നു. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കിടയിൽ വരുന്ന എത്ര പ്രതിബന്ധങ്ങളെയും ഞാൻ തുളച്ചു മാറ്റും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആ റിംസൺ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അയാൾ ഹോസ്പിറ്റലിലാണ്. കാലിന് ഫ്രാക്ചറുണ്ട്. അതെയോ? ഞാൻ അറിഞ്ഞില്ല. അയാൾ പറഞ്ഞു. ആരാണത് ചെയ്യിച്ചത്? എനിക്കറിയില്ല. സ്വന്തം ഭാര്യയെ അപമാനിക്കാൻ വന്നവനെ ഏത് ഭർത്താവും ഒരു പാഠം പഠിപ്പിക്കാൻ നോക്കും. ആദർശേട്ടനല്ല അത് ചെയ്യിച്ചത്. അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് നിനക്കെങ്ങനെ അറിയാം? ആദർശേട്ടനെ എനിക്കറിയാം. ശ്യാമേട്ടനെ ആളെ വിട്ട് തല്ലിച്ചതല്ലേ റിംസണെ? നിന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ പിന്നെ കയ്യും കെട്ടി നിൽക്കണോ? റിംസൺ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്താലോ? നിനക്ക് വേണ്ടി ജയിലിൽ പോകാൻ പോലും ഞാൻ തയ്യാറാണ് സ്വാതി. എൻ്റെ സ്നേഹം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മതി. ആദർശേട്ടൻ വരാറായി. അവൾ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. ഭർത്താവ് കാമുകൻ. രണ്ടു പേർക്കുമിടയിൽ പകച്ചു നിൽക്കുന്ന ഭാര്യ. അവൾ വേദനയോടെ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് ഡോർബെൽ മുഴങ്ങി. അവൾ ചാടി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ബ്രീഫ് കേസുമായി ആദർശ് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ വൈകിയേ? അവൾ ചോദിച്ചു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അവൾക്ക് മുഖം കൊടുക്കാതെ അയാൾ ബെഡ്റൂമിലേക്ക് പോയി. പക്ഷേ അയാൾ ക്ഷീണിതനും പരവശനുമാണെന്ന് അവൾ കണ്ടു. കുളിച്ചിട്ടല്ലേ കഴിക്കുന്നുള്ളൂ? അവൾ പിന്നാലെ ചെന്ന് ചോദിച്ചു. ആദർശ് കുളിച്ചിട്ട് വരുന്നതുവരെ അവൾ സെറ്റിയിലിരുന്നു. അയാൾ കുളി കഴിഞ്ഞ് മുണ്ടെടുത്ത് ടീഷർട്ടും ധരിച്ചു വന്നു. കഴിക്കാൻ എടുക്കട്ടെ? ധൃതിയില്ല. നീ ഇവിടെ ഇരിക്കും സ്വാതി. അവൾ വീണ്ടും ഇരുന്നു. അവൾക്ക് എതിർവശത്തായി അയാളും ഇരുന്നു. അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. എന്താണ് അയാൾ പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സ്വാതി. ആദർശ് മെല്ലെ വിളിച്ചു. അവൾ ഉത്കണ്ഠയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ മാരേജിന് മുമ്പ് ഞാൻ ഗാഥയെ സ്നേഹിച്ചിരുന്നു. നീ ശ്യാമിനെയും. പക്ഷേ വിധി നമുക്ക് അനുകൂലമായിരുന്നില്ല. ശരിയല്ലേ? അതെ എന്നർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി. അടുത്ത ജന്മത്തിലെങ്കിലും ശ്യാംകുമാറിനെ നിനക്ക് കിട്ടിയാൽ അതൊരു ഭാഗ്യമല്ലേ? പുനർജന്മത്തിലൊന്നും എനിക്കൊരു വിശ്വാസവുമില്ല ആദർശേട്ടാ. എങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അതിനൊരു ചാൻസ് കിട്ടിയാലോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ ചോദിച്ചു. ശ്യാംകുമാറും ഞാനും തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നു. ഭാര്യ ഭർത്തക്കന്മാരെ ജീവിക്കാനും എന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു ആഗ്രഹം എനിക്കില്ല. അയാൾ മിണ്ടിയില്ല. അഗ്നിസാക്ഷിയായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് ആദർശേട്ടൻ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരേയൊരു പുരുഷനേയുള്ളൂ. അത് ആദർശേട്ടൻ മാത്രമാണ്. വേറൊരാളെയും ഇനി എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സാധ്യവുമല്ല. ശാന്തമെങ്കിലും ഉറച്ച സ്വരമായിരുന്നു അവളുടേത്. സ്വാതി. ഞാൻ എന്ത് പറയണമെന്നറിയാതെ ആദർശ് വിമിട്ടപ്പെട്ടു. കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോയ കാലത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അതൊരു നിഷ്കളങ്കമായ ബന്ധമായിരുന്നു. സാധാരണ കാമുകന്മാരെ പോലെ ശ്യാംകുമാർ പലതും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഞാൻ വഴിപ്പെട്ടിട്ടില്ല. ഞാൻ അതൊന്നുമല്ല. പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഗാഥയുമായ ആദർശ് ചേട്ടനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അറിയാനിട വന്നപ്പോൾ എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടുണ്ട്. ആദർശ് ചേട്ടനോട് പക തോന്നിയിട്ടുണ്ട്. ശ്യാംകുമാറിനെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വേദനിച്ചിട്ടുണ്ട്. അയാളുടെ അടുത്തേക്ക് തന്നെ പോയാലോ എന്ന് ഒരു നിമിഷമെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ എഴുന്നേറ്റ് ചെന്ന് അവളുടെ കണ്ണുകൾ തുളച്ചു കൊടുത്തു. മതി, ഇനിയൊന്നും പറയണ്ട. അയാൾ അവളെ എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലുണ്ടായിരുന്ന ഹാളിലെ കസേരകളിൽ പ്രാർത്ഥനയോടെ യമുനയും അപർണയും ഇരുന്നു. രണ്ടാമത്തെ വരിയിൽ ജനാലയുടെ അടുത്തുള്ള കസേരയിൽ ആദർശും. വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഗാഥയെ ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് കൊണ്ടുപോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു.
നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്നാണ് 3 പേരും ചെവിയോർത്തത്. ഇന്നലെ സർജറി നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പ്രഷർ വളരെ കൂടുതലായിരുന്നു. BP കുറയ്ക്കാതെ സർജറി നടത്തുന്നത് റിസ്ക്കാണ്. നമുക്കൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. അത് മതി ഡോക്ടർ, യമുന സമ്മതിച്ചു. തലേ ദിവസം തന്നെ ആദർശ് എത്തിയിരുന്നു. അയാൾ വരുന്നതിനോട് അത്ര അനുകൂല ഭാവമായിരുന്നില്ല യമുനയ്ക്ക്. എങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് കുറച്ച് സമാധാനം അനുഭവപ്പെടുകയും ചെയ്തു. ആൺതുണ എന്നത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ. ആദർശ് ഹോട്ടലിൽ മുറിയെടുത്താണ് താമസിച്ചത്. പക്ഷേ സകല സമയത്തും അയാൾ ആശുപത്രിയിൽ ഗാദയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പ്രഷർ ഏതാണ്ട് സാധാരണ നിലയിലെത്തിയതുകൊണ്ട് ആണ് ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനമായത്. ഗാദയുടെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലിൽ അല്പം തുറന്ന് ഒരു നേഴ്സ് വന്ന് ചോദിച്ചു. ഉണ്ട്. യമുനയും അപർണയും വേഗം എഴുന്നേറ്റ് ചെന്നു. ആദർശും ചെന്നു. ആൺകുഞ്ഞാണ്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനെ 10 മിനിറ്റിനകം കൊണ്ടുവന്ന് കാണിക്കാം. എൻ്റെ ദേവി, യമുന നെഞ്ചിൽ കൈവച്ചു. ആൺകുഞ്ഞ്, മകൻ. ആദർശിൻ്റെ ഉള്ളം ഒന്ന് കുളിർത്തു. ഗാഥയ്ക്ക്? അയാൾ പെട്ടെന്ന് ചോദിച്ചു. അമ്മ സുഖമായിരിക്കുന്നു. വാർഡിലേക്ക് മാറ്റാൻ വൈകും. നേഴ്സ് പോയി. ഒരു വലിയ ഭാരം നെഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു പോയതുപോലെയായിരുന്നു. ഒരു മോനെ അവൾക്ക് കിട്ടണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന, യമുന സന്തോഷത്തോടെ ആദർശിനോട് പറഞ്ഞു. അയാൾ പുഞ്ചിരിച്ചു. എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടില്ല, നിരാശ നടിച്ച് അപർണ പറഞ്ഞു. അതെന്താ? പെൺകുഞ്ഞായിരിക്കണേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പോടി, വീട്ടിലൊരു ആൺതരി ഉണ്ടായിരുന്നെങ്കിലെന്ന് എത്രയോ തവണ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ചോരക്കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. 2 കൈ നീട്ടി യമുന അതിനെ വാങ്ങി. രാത്രിയായി ഗാഥയെ വാർഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ അപ്പോഴാണ് അവൾക്ക് ബോധം തെളിഞ്ഞത്. യമുന കുഞ്ഞിനെ അവളുടെ അടുത്ത് കിടത്തി. ഗാഥ കണ്ണുകളുയർത്തി ആദർശിനെ ഒന്ന് നോക്കി. 5-ാം ദിവസമാണ് ഗാഥയെ ഡിസ്ചാർജ് ചെയ്തത്. അവളെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കണമെന്ന് ആദർശിന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അയാൾ പോയില്ല. അമ്മയെയും കുഞ്ഞിനെയും കുളിപ്പിക്കാൻ നാട്ടിലുള്ള ഒരു സ്ത്രീയെ യമുന ഏർപ്പാടാക്കിയിരുന്നു. അവർ വന്ന് വേദിട്ട വെള്ളത്തിൽ 2 പേരെയും കുളിപ്പിച്ച് വസ്ത്രവും ധരിപ്പിച്ച് ഭക്ഷണവും കഴിപ്പിച്ചിട്ടാണ് പോവുക. 7-ാമത്തെ ദിവസം രാത്രിയിൽ കുഞ്ഞ് നിർത്താതെ കരയുന്നത് കേട്ടുകൊണ്ടാണ് യമുന ഉണർന്നത്. അവർ എഴുന്നേറ്റ് ഗാഥയുടെ മുറിയിലേക്ക് ചെന്നു. കുഞ്ഞ് നിർത്താതെ കരഞ്ഞിട്ടും ഗാഥ ഉണരുന്നില്ല. യമുന ചെന്ന് അവളെ കുലുക്കി വിളിച്ചു. മോളെ, കുഞ്ഞ് കരയുന്നത് കേട്ടില്ലേ? നീ അതിന് പാല് കൊടുക്ക്, വിശന്നിട്ടാ കരയുന്നത്. യമുന കുലുക്കി വിളിച്ചിട്ടും ഗാഥ ഉണർന്നില്ല. അവർക്ക് എന്തോ പന്തിക്കേട് അനുഭവപ്പെട്ടു. അപർണേ, പരിഭ്രമത്തോടെ അവർ ഉറക്കെ വിളിച്ചു. അപർണ ഓടി വന്നു. ഗാഥയെ വിളിച്ചിട്ട് അവൾ ഉണരുന്നില്ല. അപർണയും അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഗാഥ ഉണർന്നതേയില്ല. കുഞ്ഞിൻ്റെ കരച്ചിലിനോടൊപ്പം ഒരു കൂട്ടക്കരച്ചിലുയർന്നു. ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ആദർശ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അയാൾ അപ്പോൾ തൃശ്ശൂരിൽ കമ്പനി വക ഫ്ലാറ്റിലായിരുന്നു. ബെഡിൽ തന്നെ വെച്ചിരുന്ന മൊബൈൽ അയാൾ കൈനീട്ടെടുത്ത് നോക്കി. ഗാഥയുടെ അമ്മ വിളിക്കുന്നു. സമയം രാത്രി 3 മണി. അയാൾ അറിയാതെ ഒന്ന് ഞെട്ടി. ഗാഥയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും? എന്താ അമ്മേ? അയാൾ പെട്ടെന്ന് കോളെടുത്തു. അമ്മയല്ല, ഞാനാണ് അപർണ. അവളുടെ സ്വരം വല്ലാതെ വിറച്ചിരുന്നു. എന്താ അപർണേ? അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവളുടെ മറുപടി. അപർണ, അയാൾ ആദ്യയോടെ വിളിച്ചു. ഗാഥ ചേച്ചി, ഗാഥ ചേച്ചി. കരച്ചിലിനിടയിൽ അവൾ പുലമ്പി. ഗാഥയ്ക്ക് എന്ത് പറ്റി? ഞെട്ടലോടെ അയാൾ ചോദിച്ചു. പോയി ആദർശേട്ടാ, ഗാഥേച്ചി നമ്മളെയൊക്കെ വിട്ടു പോയി. വിശ്വസിക്കാനാവാതെ ആദർശ് സ്തബ്ധനായിരുന്നു. ഉറക്കത്തിൽ താൻ ദുസ്വപ്നം വല്ലതും കാണുകയാണോ എന്ന് അയാൾ സംശയിച്ചു. ഇപ്പോൾ ഞെട്ടി ഉണരും. കണ്ടത് വെറും സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാകും. ആ ആശ്വാസത്തിനു വേണ്ടി അയാൾ ക്ലേശത്തോടെ കാത്തു. കുറച്ചു നേരം മുമ്പ് കുഞ്ഞ് നിർത്താതെ കരഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് അമ്മ ചെന്ന് നോക്കിയത്. അപ്പോൾ ചേച്ചി നല്ല ഉറക്കം. സംശയം തോന്നിയിട്ട് കുലുക്കി വിളിച്ചപ്പോഴാണ്. കരച്ചിലിനിടയിൽ അപർണ പറഞ്ഞു. പ്രകാശൻ ചേട്ടനെ വിളിച്ച് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും എല്ലാം കാർഡിയാക് അറസ്റ്റാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴെവിടെയാണ്? അയാൾ യാന്ത്രികമായി ചോദിച്ചു. മോർച്ചറിയിൽ വെക്കാൻ പോവാണ്. അച്ഛനെ വിളിച്ചപ്പോൾ നാളെ വൈകുന്നേരത്തോടെ എത്തുമെന്നാണ് പറഞ്ഞത്. അച്ഛൻ UAE-ലാണെന്ന് പറഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു. ശ്യാമിനെ അറിയിച്ചോ? പെട്ടെന്ന് ആദർശ് ചോദിച്ചു. അമ്മ 2 തവണ വിളിച്ചു. ബെല്ലുണ്ടായിരുന്നു, എടുത്തില്ല. ശരി അപർണ, കുഞ്ഞെവിടെ? അമ്മയുടെ കയ്യിലുണ്ട്. അയാൾ മെല്ലെ കോൾ കട്ട് ചെയ്തു. ഗാഥ ഈ ഭൂമി വിട്ടുപോയി. അവൾ ഇനി കണ്ണുകൾ തുറക്കുകയില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സ്വാതിയെ ഇപ്പോൾ വിളിക്കണോ? അയാൾ സമയം നോക്കി. 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. വേണ്ട, ഈ നേരത്തെ വിളിച്ചുണർത്തണ്ട. അവളെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുകയില്ല ഒറ്റയ്ക്ക്. അയാൾ ബാത്റൂമിൽ ചെന്ന് മുഖം കഴുകി. നിലക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ണുകൾക്ക് ചുവപ്പ്. വേഗം വേഷം ധരിച്ച് സൂട്ട് കേസുമെടുത്ത് ഫ്ലാറ്റ് പൂട്ടി അയാൾ ലിഫ്റ്റ് വഴി താഴേക്ക് പോയി. കാറെടുത്ത് ചെന്നപ്പോൾ ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അയാൾ ഫോൺ മുഴക്കിയപ്പോൾ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ള ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഈ നേരത്ത് സാറെങ്ങോട്ടാ? അയാൾ തിരക്കി. നാട്ടിൽ പോവാണ്. ഒരു മരണമുണ്ടായി. പ്രായം ചെന്ന് മരിച്ചതാണോ? അല്ല. അയാൾ വേഗം ചെന്ന് ഗേറ്റിൻ്റെ പാളികൾ തുറന്നു വെച്ചു. ആദർശ് വിജനമായ റോഡിലേക്ക് വണ്ടി ഇറക്കി. എന്തായിരിക്കും ഇനി ആ ചോരക്കുഞ്ഞിൻ്റെ ഭാവി? ആലോചിച്ചപ്പോൾ അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. കണ്ണു വിരിയും മുമ്പേ അമ്മക്കിളി പറന്നുപോയി. അച്ഛനോ? അയാൾ വേഗം കുറച്ചാണ് കാർ ഓടിച്ചത്. നേരത്തെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഗാഥ ഇപ്പോൾ തണുത്തുറഞ്ഞ ഒരു പേടകത്തിനുള്ളിൽ. നെഞ്ചിലൊരു കുത്തേറ്റ വേദന അയാൾക്ക് അനുഭവപ്പെട്ടു. നേരം വെളുത്തു തുടങ്ങിയപ്പോഴാണ് അയാൾ ഇടപ്പള്ളിയിലെത്തിയത്.
ബ്ലൂ ഓർക്കിഡ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ നിന്നു. സ്വാതി ഇപ്പോഴും നല്ല ഉറക്കമായിരിക്കും. അയാൾ ലിഫ്റ്റ് വഴി മുകളിലേക്ക് ചെന്നു. ഉണരുമ്പോൾ ഒരു ചീത്ത വാർത്തയായിരിക്കും അവൾക്ക് കേൾക്കേണ്ടി വരിക. അയാൾ ഡോർബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. ഉള്ളിൽ മണിനാഥം മുഴങ്ങുന്നത് അയാൾ കേട്ടു. അല്പനേരം കാത്തു നിന്നിട്ടും വാതിൽ തുറക്കപ്പെട്ടില്ല. അയാൾ മൊബൈലെടുത്ത് സ്വാതിയുടെ നമ്പറിൽ വിളിച്ചു. ഹലോ ആദർശ് ചേട്ടാ, ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ, എന്താ ഈ നേരത്ത്? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. എഴുന്നേറ്റ് വാതിൽ തുറക്ക്, അയാൾ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. അതെന്തിനാ, ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ. അയ്യോ, സത്യമാണോ പറയുന്നേ? കോൾ കട്ട് ചെയ്യാതെ അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ആദർശിനെ കണ്ട് വിശ്വസിക്കാനാവാതെ അവൾ അയാളെ നോക്കി. എന്തുപറ്റി ആദർശ് ചേട്ടാ, ഇത്ര രാവിലെ ഒരു വാക്കുപോലും പറയാതെ? അപ്പോഴാണ് അവൾ അയാളുടെ മുഖം ശ്രദ്ധിച്ചത്. എന്താ പറ്റിയേ? അയാൾ ചെന്ന് സെറ്റിയിലിരുന്നു. അവളും അടുത്തിരുന്ന് അയാളുടെ കൈ പിടിച്ചു. എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഗാഥ മരിച്ചുപോയി. സ്വാതി ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. രാത്രി 3 മണിക്കാണ് അപർണ വിളിച്ച് പറഞ്ഞത്. കാർഡിയാക് അറസ്റ്റായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലും മുമ്പ് തന്നെ. വിശ്വസിക്കാൻ വയ്യ എനിക്ക്. ആദർശൊന്നും മിണ്ടിയില്ല. എപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? മോർച്ചറിയിലാണ്. അച്ഛൻ നാളെ വന്നിട്ടേ. നമുക്ക് ഇന്ന് തന്നെ പോകണം. നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ആ കുഞ്ഞില്ലേ അവിടെ? ആദർശ് അവളുടെ മുഖത്തേക്ക് പകച്ചു നോക്കി. ചേച്ചിയെ വിളിച്ച് പറയാം, ഞാൻ 2 ദിവസം ലീവാണെന്ന്. എനിക്ക് കുറച്ച് വെള്ളം വേണം സ്വാതി. കാപ്പി ഉണ്ടാക്കി തരാം. അവൾ കിച്ചണിലേക്ക് പോയി. അയാൾ കണ്ണുകളടച്ച് സെറ്റിയിലേക്ക് ചാരിയിരുന്നു. എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷയാണെങ്കിൽ അതേ ശിക്ഷ എനിക്കും കിട്ടണ്ടേ? സ്വാതി ഒരു കപ്പ് കാപ്പിയുമായി വന്നു. കാപ്പി ആൾക്ക് കൊടുത്ത് അവൾ അടുത്തിരുന്നു. ശ്യാംകുമാർ വിവരം പറഞ്ഞോ? അവൾ ചോദിച്ചു. ഗാഥയുടെ അമ്മ വിളിച്ചു, പക്ഷേ കിട്ടിയില്ലെന്നാണ് അപർണ പറഞ്ഞത്. ഗാഥയുടെ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കുമെന്ന് തോന്നുന്നില്ല. ആദർശേട്ടനൊന്ന് വിളിക്ക്, സ്വാതി ആവശ്യപ്പെട്ടു. വിളിക്കാം, അയാൾ സമ്മതിച്ചു. എങ്കിൽ വിളിക്ക്. ഇപ്പോഴേ വേണ്ട, നേരെ ശരിക്കും വെളുക്കട്ടെ. വേറെ ആരെങ്കിലും വഴി അറിഞ്ഞുവെന്ന് അറിഞ്ഞിട്ടു മതി. സ്വാതി പിന്നെ നിർബന്ധിച്ചില്ല. ഉമാദേവിയെ വിളിച്ച് അവൾ 2 ദിവസത്തെ ലീവിൻ്റെ കാര്യം പറഞ്ഞു. എന്താ സ്വാതി കാര്യം? എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി ചേച്ചി. അയ്യോ, എത്ര വയസ്സുണ്ട്? എന്നേക്കാൾ 1-2 വയസ്സ് കൂടുതൽ കാണും. മാരീഡാണോ? അതെ. കുഞ്ഞുങ്ങൾ? പ്രസവിച്ചിട്ട് 10 ദിവസം പോലും ആയില്ല. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴോ എനിക്ക്. അച്ഛനെങ്കിലും ഉണ്ടല്ലോ, അച്ഛൻ വളർത്തും. പക്ഷേ അയാൾ വീണ്ടും കല്യാണം കഴിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത്, ഉമാദേവി പറഞ്ഞു. സ്നേഹമുള്ള 2 അമ്മമാരും കാണില്ലേ ചേച്ചി? വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അത്രയെങ്കിലും കാണുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ആദർശും സ്വാതിയും സൂര്യനാട്ടേക്ക് പോകാൻ തയ്യാറെടുത്തു. 2 ദിവസത്തെ ഡ്രസ്സ് എടുക്കണം, അവൾ പറഞ്ഞു. നമ്മൾ അവിടെ താമസിക്കാൻ പോവല്ല. അവിടെ നിന്ന് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. സൂര്യനാട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അയാൾ പിന്നെ എതിർത്തില്ല. അവർ സൂര്യനാട്ട് ഗാഥയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉച്ചയായി. വീട്ടുമുറ്റത്ത് പന്തൽ ഉയർന്നിരുന്നു. കസേരകൾ നിരത്തിയിരുന്നു. ഏതാനും അയൽക്കാരും കുറച്ച് ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങി ആദർശം സ്വാതിയും വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്നവർ 2 അപരിചിതരെയും കണ്ട് മനസ്സിലാകാതെ നോക്കി. സ്വീകരണ മുറിയിൽ യമുനയും അവരുടെ ഓഫീസിൽ നിന്ന് വന്ന 4-5 സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്വാതിയെ കണ്ട് വിശ്വാസം വരാതെ യമുന അവളെ നോക്കി. അമ്മേ, അപർണ എവിടെ? സ്വാതി ചോദിച്ചു. അകത്തുണ്ട് മോളെ, അവർ പറഞ്ഞു. സ്വാതി അകത്തേക്ക് ചെന്നു. ബെഡിൽ വിരിച്ച ഷീറ്റിൽ ഫ്ലാനലിൽ പൊതിഞ്ഞ് കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നു. മുഖം മാത്രമേ വെളിയിൽ കാണാനുള്ളൂ. അടുത്ത് അപർണ ഇരിക്കുന്നു. നനഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ സ്വാതിയെ ഒന്ന് നോക്കി. വിശക്കുമ്പോൾ കുഞ്ഞിന് എന്ത് കൊടുക്കും? സ്വാതി അനുതാപത്തോടെ ചോദിച്ചു. ഗ്ലൂക്കോസ് ചേർത്ത വെള്ളം ഫില്ലർ കൊണ്ട് നാവിൽ ഇറ്റിച്ചു കൊടുക്കും, അപർണ പറഞ്ഞു. കുഞ്ഞിൻ്റെ അടുത്ത് സ്വാതി ഇരുന്നു. യമുനയുടെ ഓഫീസിലെ സഹപ്രവർത്തകർ നാളെ വരാമെന്ന് പറഞ്ഞുപോയി. ആദർശ് അല്പനേരം നിശബ്ദനായിരുന്നു. എൻ്റെ മോൾക്ക് ഇത്രയേ ആയുസുള്ളെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ പ്രായത്തിനിടയ്ക്ക് അവൾ എന്തെല്ലാം അനുഭവിച്ചു. യമുനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദർശിനെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ജനിക്കുമ്പോൾ തന്നെ തലയിൽ വരച്ചിട്ടുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ പോണം. ആദർശ് മുഖം കുനിച്ചിരുന്നു. എൻ്റെ മോൾ ഒരു തെറ്റ് ചെയ്തു, ഒരിക്കൽ മാത്രം. പക്ഷേ അതിന് കിട്ടിയ ശിക്ഷ. സാരിത്തുമ്പുകൊണ്ട് യമുന കണ്ണീർ തുളച്ചു. ശ്യാമിനെ ഞാൻ 2-3 തവണ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. അവൻ്റെ കുറ്റമല്ല. ആരായാലും ശ്യാം അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? പറയാതെ എങ്ങനെ അറിയാനാണ്? അറിഞ്ഞാൽ തന്നെ. അവർ ഒന്ന് നിർത്തി. ഒരു ഓട്ടോറിക്ഷ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അതിൽ നിന്ന് പ്രായമായ ഒരു പുരുഷനും സ്ത്രീയും ഇറങ്ങി. ബന്ധത്തിലുള്ള ഒരു അമ്മാവനും അമ്മായിയുമാണ്, യമുന പറഞ്ഞു. അവർ വരുന്നത് കണ്ട് ആദർശം മെല്ലെ എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. തെക്കേപ്പറമ്പിൽ അപ്പോൾ 2 പേർ കാടും പടർപ്പുമൊക്കെ വെട്ടിമാറ്റുന്നത് അയാൾ കണ്ടു. കോളേജിൽ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാരൻ്റെ വിവാഹം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞ് സദ്യ കൊണ്ട് കഴിഞ്ഞ് ശ്യാംകുമാർ വീട്ടിൽ വന്നപ്പോൾ 2 മണിയായി. കല്യാണത്തിൽ പങ്കെടുക്കാൻ 2 ദിവസം ലീവെടുത്ത് നാട്ടിൽ വന്നതായിരുന്നു അയാൾ. കാണാനൊക്കെ നല്ല പെണ്ണാണോ ചേട്ടാ? പല്ലവി കൗതുകത്തോടെ ചോദിച്ചു. അയാൾ വെറുതെ ഒന്ന് മൂളി. നമുക്ക് മാത്രം അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, സൗമിനി ടീച്ചർ വിഖ്യാതത്തോടെ പറഞ്ഞു. ആ അബദ്ധം നിങ്ങൾ 2 പേരും കൂടി വിലയ്ക്ക് വാങ്ങിച്ചതാണ്, പകയോടെ ശ്യാംകുമാർ പറഞ്ഞു. അതിന് ഞങ്ങളെന്ത് ചെയ്തു? സൗമിനി ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഭാര്യയാക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതിൽ ഞങ്ങൾക്കൊരു ഖേദവുമില്ല. നിനക്ക് ഭാര്യ നഷ്ടപ്പെട്ടു എന്നല്ലേ ഉള്ളൂ.
ഞങ്ങളുടെ മോനെ ജീവനോടെ കിട്ടിയല്ലോ, അത് മതി ഞങ്ങൾക്ക്, ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ശ്യാമേ, ഇതിലും നല്ല ബന്ധം നിനക്ക് ഇനിയും കിട്ടും, സൗമിനി പറഞ്ഞു. കിട്ടും, കൂടെ 1-2 മക്കളും കാണും, അയാൾ പരിഹസിച്ചു. അപ്പോഴാണ് ശ്യാംകുമാറിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അയാൾ അതെടുത്ത് നോക്കി. ആദർശ് കോളിംഗ്. അറിയാതെ ശ്യാംകുമാറിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു പൂ വിരിഞ്ഞു. എന്താ ആദർശ്? അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. താൻ ബിസിയാണോ? ആദർശ് തിരക്കി. അല്ല, പറയൂ. ബാങ്കിലല്ലേ? അല്ല, വീട്ടിലാണ്. ഇടയാറുമുള. ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നതാണ്. എന്താ ആദർശ്? ഒരു ചീത്ത വാർത്തയുണ്ട്, അത് പറയാനാണ്. പറ, എന്താണ്? ഇന്നലെ രാത്രിയിൽ ഗാഥ മരിച്ചുപോയി. ശ്യാംകുമാർ പെട്ടെന്ന് ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു പോയി. എന്താ ശ്യാം? അയാളുടെ മുഖഭാവം മാറിയത് കണ്ട് സൗമിനി ചോദിച്ചു. പറയാം എന്ന അർത്ഥത്തിൽ കൈയെടുത്ത് അയാൾ അമ്മയെ വിലക്കി. എങ്ങനെ? അയാൾ ചോദിച്ചു. അറ്റക്കായിരുന്നു. ഓ, നാളെയാണ് ബാക്കി ചടങ്ങുകൾ. നാളെയേ അച്ഛൻ വരൂ. ശ്യാമിനോട് വിവരം പറയാൻ ഗാദിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിസ്ഡ് കോൾ കണ്ടിരുന്നു. തിരിച്ചു വിളിക്കാൻ തോന്നിയില്ല. വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചെന്നേയുള്ളൂ. ശരി. ശ്യാംകുമാർ കോൾ കട്ട് ചെയ്തു. ആരാടാ വിളിച്ചത്? സൗമ്യ ചോദിച്ചു. ആദർശ്. എന്താ കാര്യം? അവൾ മരിച്ചുപോയെന്ന്. ആര്? എൻ്റെ ഭാര്യ. സൗമിനിയും ഗോപാലകൃഷ്ണനും പല്ലവിയും അത് കേട്ട് ഞെട്ടി. എങ്ങനെ? ആദർശിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അയാൾ അവരോട് പറഞ്ഞു. നമ്മളൊന്നും ചെല്ലണ്ടേ? അതല്ലേ മര്യാദ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. എന്നാൽ അച്ഛൻ പോയിട്ട് വാ, രോഷത്തോടെ ശ്യാംകുമാർ പറഞ്ഞു. അത് നേരാ. നമ്മൾ ഇനിയും നാണം കെടണോ? ഒരു കാരണവശാലും ഇനി ആ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല, സൗമിനി ഉറപ്പിച്ചു പറഞ്ഞു. നേരാ, നമ്മളെ വഞ്ചിച്ചവരാ അവർ. പക്ഷേ എന്നാലും ഗോപാലകൃഷ്ണൻ സാറിന് മനസ്സ് വന്നില്ല. ഇവിടുന്ന് ആരും പോകുന്നില്ല, സൗമിനി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് അവർക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അയ്യോ, കല്യാണത്തിന് നീ 5 പവൻ്റെ മാലയല്ലോ അവൾക്കിട്ടത്? ആദ്യോടെ അവർ ചോദിച്ചു. അത് വീട്ടിൽ ഊരി വെച്ചിട്ടാ അവൾ അന്ന് പോയത്, ശ്യാംകുമാർ പറഞ്ഞു. ആണോ? എങ്കിൽ സാരമില്ല, അവർ ആശ്വസിച്ചു. ശ്യാംകുമാർ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് പോയി. പല്ലവി പിന്നാലെ ചെന്നു. എന്നാലും ചേട്ടനൊരു വിഷമവുമില്ലേ? ഒന്നുമില്ലെങ്കിലും അത്രയും നാൾ ഭാര്യയായി ഒരുമിച്ച് താമസിച്ച ഒരു പെണ്ണ് മരിച്ചെന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. അവൾ മരിച്ചതിലല്ല, പിന്നെ സ്വാതിയെ വിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് പോകും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇനി അവൻ എങ്ങോട്ടും പോകത്തില്ല. മനസ്സിലായില്ല? ശല്യപ്പെടുത്താതെ ഒന്ന് പോപ്പെണ്ണേ, അയാൾ കോപത്തോടെ പറഞ്ഞു. പല്ലവി പെട്ടെന്ന് മുറി വിട്ടു പോയി. അയാൾ മൊബൈലെടുത്ത് സ്വാതിയെ വിളിച്ചു. അവളുടെ ഉദ്ദേശം അറിയണമല്ലോ. പക്ഷേ സ്വാതി കോൾ എടുത്തില്ല. 6 തവണ തുടർച്ചയായി അയാൾ അവളെ വിളിച്ചു. 7ാമത്തെ തവണ വിളിച്ചപ്പോൾ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അയാൾ പിന്നെ വിളിച്ചില്ല. രാവിലെ 10 മണിയോടെ ഗാദിയുടെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്വീകരണ മുറിയിലെ ഫർണിച്ചറുകളെല്ലാം മാറ്റിയ ശേഷം നിലത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് അവളുടെ ശരീരം കിടത്തിയത്. സ്വാതിയുടെ വീട്ടിൽ നിന്ന് അപ്പോഴേക്ക് അവളും ആദർശം എത്തിയിരുന്നു. അയാൾ ഒരു തവണ മാത്രമേ ഗാദിയുടെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. ആ അടഞ്ഞ കണ്ണുകൾ കാണാൻ അയാൾ അശക്തനായിരുന്നു. 11 മണിയോടെ അപർണയുടെ അച്ഛൻ രാധാകൃഷ്ണൻ വന്നു. ബന്ധുക്കൾ, നാട്ടുകാർ, പരിചയക്കാർ ധാരാളം പേർ അവളെ അവസാനമായി ഒന്ന് കാണാൻ വന്നു. 2 മണിയായപ്പോഴേക്ക് ശവദാഹത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. അമ്മയിരിക്കെ മകളെ ദഹിപ്പിക്കണോ എന്ന് ഒരു സംശയം ചിലർ ഉന്നയിച്ചെങ്കിലും ദഹനം തന്നെ വേണമെന്ന് യമുന ശഠിച്ചു. ഗാദിയുടെ ഭർത്താവിനെ കണ്ടില്ലല്ലോ എന്ന് ചില ബന്ധുക്കൾ അടക്കം പറഞ്ഞെങ്കിലും ആ ജനസംസാരത്തിന് വലിയ ശക്തി കിട്ടിയില്ല. 3 മണിയായപ്പോൾ അപർണയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതോടെ വന്നവർ പലരും പിരിഞ്ഞുപോയി. പന്തലിലുണ്ടായിരുന്ന കസേരകളിൽ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം അവശേഷിച്ചു. ഒരു ഒഴിഞ്ഞ കോണിൽ ആദർശ് ഒറ്റയ്ക്കിരുന്നു. അപർണയുടെ അടുത്തായിരുന്നു സ്വാതി. തിരിച്ചു പോകാറായപ്പോൾ ആദർശിൻ്റെ അടുത്തേക്ക് സ്വാതി വന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദർശ് ചേട്ടൻ എതിർക്കുമോ? ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. എന്താണ്? ആദർശ് ചേട്ടൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതിനെ നമുക്ക് കൊണ്ടുപോയാലോ? അയാൾ വിശ്വാസം വരാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ കുഞ്ഞിനെ അവർ നമുക്ക് തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അമ്മ ഇല്ലാതായാൽ പിന്നെ അച്ഛനല്ലേ കുഞ്ഞിൻ്റെ അവകാശി? അതെ, പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അവസരമല്ലിത്. ഞാൻ ചോദിച്ചു നോക്കും, തന്നാലും തന്നില്ലെങ്കിലും. അയാൾക്ക് തടയാൻ കഴിയും മുമ്പ് സ്വാതി അകത്തേക്ക് കയറിപ്പോയി. കുഞ്ഞിൻ്റെ അടുത്ത് അപർണയും യമുനയും ഉണ്ടായിരുന്നു. ഞാനൊന്ന് എടുത്തോട്ടെ ഗാദിയുടെ കുഞ്ഞിനെ? അവൾ ചോദിച്ചു. 2 പേരും ഒന്നും മിണ്ടിയില്ല. സ്വാതി കുഞ്ഞിനെ ശ്രദ്ധാപൂർവ്വം എടുത്ത് അതിൻ്റെ തളിര് പോലുള്ള നെറ്റിയിൽ ഉമ്മ വെച്ചു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാമോ? ഞാനിതിനെ പൊന്നുപോലെ വളർത്തിക്കോളാം. ഞെട്ടലോടെ യമുനയും അപർണയും അവളെ നോക്കി. വേണ്ട, എൻ്റെ മോളുടെ കുഞ്ഞിനെ വളർത്താൻ എനിക്കറിയാം. ഈ കുഞ്ഞിന് ഇനി അമ്മൂമ്മ മാത്രമേയുള്ളൂ. യമുന കൈനീട്ടി സ്വാതി കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. അവളൊന്നും പറയാതെ വെളിയിലേക്ക് ഇറങ്ങി. ആദർശ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ അവളോടൊന്നും ചോദിച്ചില്ല. തിരിച്ച് ഇടപ്പള്ളിയിൽ വന്നപ്പോൾ രാത്രിയായി. കാറിൽ വെച്ച് 2 പേരും ഒന്നും സംസാരിച്ചതേയില്ല. ആ കുഞ്ഞിനെ അച്ഛനാണ് വളർത്തേണ്ടത്. ഫ്ലാറ്റിൽ വന്ന് കയറിയപ്പോൾ സ്വാതി പറഞ്ഞു. നീ സമാധാനമായിരിക്കും സ്വാതി. എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലേക്ക് തന്നെ വരും. അപർണയുടെ വിവാഹം വൈകാതെ നടക്കും. അവളുടെ അമ്മയ്ക്ക് ഓഫീസിലും പോകണം. അല്ലെങ്കിൽ അമ്മൂമ്മ എത്ര കാലം വളർത്തും അതിനെ? സ്വാതി പ്രത്യാശയോടെ അയാളെ നോക്കി. നമുക്ക് ചെന്ന് കൊണ്ടുവരാം നമ്മുടെ മോനെ. അവർ തരും നമുക്ക്. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു.
ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു.